സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. കൃഷ്ണായ വാസുദേവായ. ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമോ ഭഗവതേ വാസുദേവായ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. പവനതനയചേതപങ്കജാർക്കം മുനീന്ദ്രൈരനുദിനമനുസേവ്യം കോമളം ശ്യാമളാംഗം ദിനകരകുലദീപം ജാനകീ ഭാഗ്യരാശിം കരധൃത ശരശാപം നൗമി വിദ്വാദ്രിനാഥം. ധ്യേയം സദാ പരിഭവഘ്നമഭീഷ്ടദോഹം തീർത്ഥാസ്പദം ശിവവിരിഞ്ചിനുദം ശരണ്യം ഭൃത്യാർത്തിഹം പ്രണതബാലഭവാബ്ധിബോധം വന്ദേ മഹാപുരുഷ തേ ശരണാരവിന്ദം. സുരേപ്സിതരാജ്യലക്ഷ്മീം ധർമ്മിഷ്ഠാര്യവചസാ യദഗാദരണ്യം മായാമൃതം ദൈതയേപ്സിതമന്വധാവൽ വന്ദേ മഹാപുരുഷ ശരണാരവിന്ദം. കാളിന്ദീതീരവൃക്ഷമാശ്രയിച്ചുല്ലസിക്കും കാളമേഘമേ പെയ്ക കാരുണ്യസുധാവർഷം. ജീവസസ്യങ്ങൾ വാടി ഉണങ്ങി കരിയുമ്പോൾ ജീവനദാതാവായിട്ടാരുള്ളു നീയല്ലാതെ. ധർമാർത്ഥകാമമോക്ഷ സൽഫലങ്ങളെയുമാൻ ഉണ്മയായ അർഹന്മാരാം ഉത്തമ പുരുഷന്മാർ ധർമ്മമേഘമേ നിന്നെ ഹൃദയാകാശത്തിങ്കൽ കൺമിഴിച്ച നാരദം കണ്ടുകണ്ടാനന്ദിപ്പൂ. സംസാര മരുവന ദീർഘ സഞ്ചാര ക്ലിഷ്ടപുംസാം ആശ്വാസം നൽകും ശാശ്വത വൃക്ഷമേ നിൻ പാദത്തെ പകലിരവാശ്രയിക്കും സാധുക്കളല്ലോ താപമില്ലാതെ ആനന്ദിപ്പോർ. നിത്യമുക്രന്മാരായ ശ്രീ ശുക നാരദാദി ഭക്തന്മാരുടെ പാദപത്മത്തെ ആശ്രയിക്കും ഞങ്ങളെ ഭക്തബന്ധോ കാരുണ്യകടാക്ഷത്താൽ തുങ്കാനന്ദികളാക്കി തീർക്കുവാൻ വണങ്ങുന്നേൻ. മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാം ജലവഞ്ചിതം വിജയദാം മമ വാങ്മയജീവിതം. മന്ദാരമൂലേ മദനാഭിരാമം ബിംബാധരാപൂരിത വേണുനാദം ഗോപഗോപീജനമധ്യസംസ്ഥം ഗോപം ഭജേ ഗോകുലപൂർണചന്ദ്രം. വ്രജേ വസന്തം നവനീതചോരം വ്രജാംഗനാനാം ജതുഗൂ
ചോരമയം തം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. മന്ദം മന്ദം മധുരനിനദൈർവേണുമാപൂരയന്തം വൃന്ദം വൃന്ദാവനഭുവി ഗവാം ചാരയന്തം ചരന്തം ഛന്ദോഭാഗേ ശതമഖമുഖധ്വംസിനാം ദാനവാനാം ഹന്താരം തം കഥയ രസനേ മമ രസനേ കഥയ കഥയ ഗോപകന്യാ ഭുജംഗം രസനേ കഥയ കഥയ ഗോപകന്യാ ഭുജംഗം. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വഖില സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിശലയം നാഥാ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ ഭവനപുരപദേ കൃഷ്ണ കാരുണ്യ കാരുണ്യ സിന്ധോ നിശേഷതാപാൻ പരിശതു പരമാനന്ദ സദോഹലക്ഷ്മീ. ഹയോം നമോ ഭഗവതേ വാസുദേവായ സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ധന്യ സുഹൃജനങ്ങളെ മഹൽജനങ്ങളെ, ശ്രീമദ് ഭാഗവത മഹിമ ആദ്യം തന്നെ അത് അവാച്യം എന്ന് പറയട്ടെ. വാക്കുകൊണ്ട് പറഞ്ഞ് ഇന്നത് എന്ന് ഒരു ഇത്രയേ ഉള്ളൂ സമാപിച്ചു എന്ന് പറയേണ്ടതായ വിഷയങ്ങളിൽ പെട്ടതേ അല്ല ഭാഗവതം. അതിൻ്റെ മഹിമ എത്രയുണ്ട്. സമുദ്രം എങ്ങനെയാണോ അവർണ്ണനീയം, ആകാശം എങ്ങനെയാണോ അചിന്യം അത്യത്ഭുതം സർവത്ര നിറഞ്ഞിരിക്കുന്നത്, ഇതൊക്കെ പോലെ എന്നുകൂടി പറഞ്ഞാൽ പോരാ. നാൽപ്പത്തൂർ അദ്ദേഹം അരുളി ചെയ്തതുപോലെ അതൊക്കെ കാലങ്ങൾക്കും ദേശങ്ങൾക്കും അവധിക്ക് അടിയിലാണ്, അടങ്ങിയിരിക്കുകയാണ്. അതിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന അത്യന്തം കാലങ്ങൾക്കും ദേശങ്ങൾക്കും അവധികൾക്കും അതീതമായി ശോഭിക്കുന്ന ആ ഭഗവാൻ തന്നെയാണ് ഇതം ഭാഗവതം. എങ്ങനെയുള്ളതാണ്? വാങ്മയീ മൂർത്തി പ്രത്യക്ഷ വർത്തതേ ഹരേ എന്ന് പറയാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഭഗവാൻ എങ്ങനെയാണോ ദേശകാലാദി നിർമുക്തം, എത്രയും അത്യത്ഭുതം, അവാങ്മന ഗോചരം, അനിർവചനീയം എന്നൊക്കെ ഉപനിഷത്തുകളിൽ ഘോഷിക്കുന്നുവോ അതൊക്കെയും ഈ ഭാഗവതത്തെ സംബന്ധിച്ചോളം പരിപൂർണമായും അന്വർത്ഥമാണ്. കാരണം രണ്ടും തുല്യമാണ്. ഒന്ന് ദൃഗ്മയമായ രൂപമാണ് നമ്മൾ അന്ന് അവതാരം ചെയ്ത രൂപങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ ഇന്ന് ആ അവതാരങ്ങളൊക്കെയും തന്നെ മനോമുകുരത്തിൽ വന്നങ്ങനെ പ്രകാശിക്കുകയാണ്. കണ്ണാടിയിൽ പ്രതിഫലിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൽ വാക്കുകളെ കൊണ്ട് അവിടുത്തെ മധുര ലീലകളെ കേട്ട് അതൊക്കെ ഹൃദയത്തിൽ കൂടിയിട്ട് അങ്ങനെ രൂപഭാവങ്ങളിൽ കൂടി ഭഗവാന്റെ ദിവ്യങ്ങളായിരിക്കുന്ന രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ നരസിംഹം എന്ന് പറയുമ്പോൾ ആ ഘോര നരസിംഹത്തിന്റെ രൂപം ഓർമ്മ വരികയായി. പർവ്വതോദ്ധാരണമായിരിക്കുന്ന ഭഗവാന്റെ ആ മോഹനമാകുന്ന കൂർമ്മം എന്ന് പറയുമ്പോൾ ഒരു പർവ്വതത്തേക്ക് ഉയർത്തുന്ന ഓർമ്മ വരികയായി. ഇതാണ് വാങ്മയ രൂപമാണ്. അതൊക്കെ വാങ്മയ രൂപങ്ങൾ മാത്രമല്ല, ഹൃദയത്തിൽ പ്രകാശിക്കുന്നതോടൊപ്പം 10ാമത്തെ സ്കന്ധത്തിൽ ഘോഷിക്കുന്ന കൃഷ്ണരൂപം വരുമ്പോഴോ അത് വാങ്മയത്തിൽ കൂടി ദൃങ്മയവും എല്ലാ പ്രകാശിക്കുന്ന വസ്തുക്കളിലും വിളങ്ങി നമ്മളിൽ ഹൃദയത്തിൽ അങ്ങനെ ഓളം പറ്റുന്ന സമുദ്രത്തിലെ അലകൾ പോലെ ഭാവഗംഭീരമായിരിക്കുന്ന ഏതോ ഒരു അചിന്ത്യമായിരിക്കുന്ന ലഹരിയിൽ നമ്മൾ എത്തുകയാണ്. ശ്രീകൃഷ്ണ ഭക്തി വാസ്തവത്തിൽ ഒരു ലഹരി തന്നെ. മറ്റെല്ലാ മൂർത്തികളെ കുറിച്ചുള്ള ഭക്തികളും ലഹരി തന്നെയാണ്. എങ്കിലും ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാം മറക്കൽ തന്നെ, ശരീരത്തെയും മറക്കൽ തന്നെ. പക്ഷെ ശ്രീകൃഷ്ണ ഭക്തിക്ക് മാത്രമേ സർവത്ര സർവേന്ദ്രിയങ്ങളെയും മരവിപ്പിച്ച് ആ ആത്മസ്വരൂപത്തിൽ നൃത്തം ചെയ്യും നമ്മുടെ ഹൃദയം. ഗോപികൾ അത് അനുഭവപ്പെടുത്തി കാണിച്ചു തന്നു. തന്മനസ്കകളായി, തദാലാപകളായി, തദ്വിശേഷ്ടകളായി, തദ്ഗുണം തന്നെ പാടുന്നവരായി, ആത്മാവ് തങ്ങളുടെ ശരീരമെന്നും ഗേഹം തങ്ങളുടെ വീടെന്നുള്ളതും മറന്നുകൊണ്ട് അവരൊക്കെയും കൃഷ്ണപ്രേമ ഉന്മാദകളായി, മതോന്മത്തകളായി, കൃഷ്ണപ്രേമ മതോന്മത്തകളായി. അവർ വിഹരിണികളായി, ലൗകിക വികാരത്തിൽ നിന്നും ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ആത്മാനന്ദ വികാരമായ
രസോവൈരസ എന്ന് വേദം ഘോഷിക്കുന്ന രാസലീല വിലാസ കേളി രംഗത്തിൽ അവർ അവധൂത പരമഹംസന്മാർക്ക് പോലും എത്താൻ സാധിക്കാത്ത ദേഹം വിട്ട് ആത്മാവിൽ ആനന്ദാനുഭൂതി അനുഭവിച്ച് നർത്തനം ചെയ്യുക, പാട്ടുകൾ പാടുക, ഓടുക, ചാടുക, ആലിംഗനം ചെയ്യുക. ഉന്മത്തവൽ നൃത്യരീതി എന്ന് നാരദ മഹർഷി അവിടെ നിന്ന് എഴുതിയെടുത്തു തന്റെ ഭക്തിസൂത്രത്തിന്റെ പ്രമാണം തത്ര ഗോപിക. ഭക്തിക്ക് പ്രഹ്ലാദനെ അദ്ദേഹം പറഞ്ഞില്ല ഉദാഹരണമായിട്ട്. ധ്രുവനെയും എടുത്തില്ല, പാഞ്ചാലിയെയും എടുത്തില്ല. സതീരത്നമായിരിക്കുന്ന പാഞ്ചാലിയെ അല്ലേ ഭക്തിക്ക് ആദ്യം പറയേണ്ടത്? അതന്നെ, അങ്ങനെ തന്നെ. പക്ഷെ അവരൊന്നും അല്ല അവിടെ കണ്ടത്. അദ്ദേഹം പ്രേമത്താൽ ഉന്മാദകളായി തങ്ങളെ തന്റെ ഇടമില്ലാതെ മറന്ന് തങ്ങളിലുള്ള ആത്മസ്വരൂപനായ കണ്ണനെ സർവത്ര സ്നേഹിച്ച് അവരെ ഇല്ലാതായി കൃഷ്ണനും സ്നേഹവും മാത്രമായി ബാക്കി ഒന്നുമില്ല. അത് മാത്രം അവശേഷിച്ചു. അവർക്ക് ശരീരമില്ലാതായി, വികാരമില്ലാതായി, വിചാരമില്ലാതായി, സർവത്ര കൃഷ്ണൻ. അതാ ഉദ്ധവനോട് വിരൽ ചൂണ്ടി ഭഗവാൻ. മനസ്സിരുത്തണം ഉദ്ധവ, അവിടെ ചെന്നാൽ ചിലതൊക്കെ കാണും എന്നേ പറഞ്ഞോളൂ. എന്തൊക്കെയാണ് കണ്ടുപഠിക്കട്ടെ. ഭക്തിദ്വേഗം സകലഭുവനെ ദുർലഭം ധരിശയിഷ്യൻ എന്ന് അവിടെ ചെന്നാൽ പഠിച്ചോളൂ അദ്ദേഹം. കാരണം ഇദ്ദേഹത്തിന് എല്ലാം നിറഞ്ഞു, ഇനി പഠിക്കാനൊന്നുമില്ല. അദ്ദേഹം ജ്ഞാനിയിൽ അഗ്രഗണ്യൻ, വൃഷ്ണീനാം പ്രവരോ മന്ത്രി, കൃഷ്ണസ്യ ദൈവസഖ, ശിശു ബൃഹസ്പതിയുദ്ധവ. പോരാ ബുദ്ധിസത്തമ. നീ എന്താ വേണ്ട? എന്തിനു യോഗ്യത? എല്ലാ ഡിഗ്രികളും അദ്ദേഹത്തെ കഴിഞ്ഞേ ഉള്ളൂ. പക്ഷേ ഭക്തിദ്വേഗം സകലഭുവനെ ദുർലഭം അതൊന്ന് കാണട്ടെ. അതെന്റെ പോരായ്മ തീർന്നു തുടച്ചത്. അതാണ് അദ്ദേഹം അവസാനം ദൂരെ നിന്നുകൊണ്ടാ പറയുന്നവരെ അദ്ദേഹം. ഞാൻ ഉദ്ധവനെ ദൂരെ നിന്നുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരില്ല, എനിക്ക് അങ്ങോട്ട് വരാനായിട്ടില്ല. പാതരയിടും. നിങ്ങൾ നടന്നു പോയവരല്ലേ, നിങ്ങളുടെ ഈ പാതരയെടുക്കൽ കൂടി ഞാനൊന്ന് നെറ്റിമുട്ടി അങ്ങോട്ട് വരട്ടെ. അതെന്താ? ഞങ്ങൾ പെണ്ണുങ്ങളല്ലേ, സാധാരണ പെണ്ണുങ്ങളല്ലേ ഉദ്ധവ സ്വാമി? അങ്ങ് വളരെ സ്വന്തമായ കൃഷ്ണന്റെ ഹൃദയമല്ലേ. ഹരികഥോൽഗീതം പുരാതിപുരത്ര. നിങ്ങളിങ്ങനെ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചില്ല ഭഗവാന്റെ മഹിമ. സർവത്ര ഗോവിന്ദ മോദര അഥവേദി ധൈര്യ കൊണ്ട് പോവാ പാവങ്ങളെ, വിക്രയതുകാമകളാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഭക്തിയാണ് നമുക്കുണ്ടാവേണ്ടത് എന്ന് മറ്റേത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞതിനേക്കാൾ എത്രയോ അനുഭവവേദ്യമാകുന്ന നിരവധി ഉത്തമ മാതൃക ഭക്തജനങ്ങളുടെ കഥകളെ ഉദാഹരിച്ച് ഭക്തിയില്ലാത്ത ജന്മം വ്യർത്ഥം, എന്തുണ്ടായിട്ടും പ്രയോജനമില്ല. അലം ഹൃദൈഹി അലം ജ്ഞാനകഥാലാപൈഹി എന്നങ്ങനെ തുറന്നു പറഞ്ഞ ഒരു ഗ്രന്ഥം ഈ ഭാഗവതം മാത്രം. ഭക്തിരേഖ ഇവ മുക്തിദ. നിങ്ങൾക്ക് എന്ത് സമ്പാദ്യം ഉണ്ടെങ്കിലും, നിങ്ങൾക്ക് എല്ലാ വിധങ്ങളായ യോഗ്യതകളുണ്ടെങ്കിലും, അതൊക്കെ കമിഴ്ത്തി വെച്ച കുടത്തിന്റെ മേലൊഴിച്ച വെള്ളം പോലെ നിങ്ങൾക്ക് ഭക്തി ഇല്ലെങ്കിൽ യശസ്ത്രീയാമേവ എന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കും. എല്ലാ യോഗ്യതകളും നിങ്ങൾക്കുണ്ടെങ്കിലും അവിസ്മൃതി ശ്രീധര പാദപത്മയോ ഗുണാനുവാദ ശ്രവണാദിഹരെ. ശ്രീഹരിയുടെ പാദപത്മങ്ങളെ നിങ്ങൾ ഓർക്കുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ശ്രീഹരിയുടെ പേര് പറയുമ്പോൾ ഒഴുകുന്നില്ല കണ്ണിൽ നിന്ന് വെള്ളമെങ്കിൽ, നിങ്ങളുടെ രോമങ്ങൾ നിങ്ങൾ അറിയാതെ കണ്ട് എഴുന്നേൽക്കുന്നില്ല എങ്കിൽ, നിങ്ങളുടെ ഞാനേ എൻ്റെ എന്നുള്ളതായ ശരീരഭാവം നിങ്ങൾ മറക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഭക്തി എവിടെ എന്നാ ചോദിച്ചത്. അല്പതുരം എടുത്ത് ചോദിച്ചില്ലേ, കഥഞ്ചിൽ ചിത്തം ശുദ്ധിയെന്ന്. എല്ലാം ഉണ്ട്. നാമം ജപിക്കുന്നുണ്ട്, കഥ പാടുന്നുണ്ട്, കഥ പറയുന്നുണ്ട്. പക്ഷേ അതും താനുമായിട്ട് അഭ്യാസവും പോലെ പല പ്രയോജനമുണ്ട്. അഭ്യാസിയുടെ കഥ ഞാനും കളിക്കും, ഓടും ചാടും ഒക്കെ തകടം മറിച്ച് തകർക്കുകയാണ്. അഭ്യാസിയാ. അത് കഴിഞ്ഞാൽ ആൾക്ക് അതുകൊണ്ട് ജീവിതം പറ്റില്ല. എന്തെങ്കിലും തരണം. ആ അഭ്യാസിയുടെ കഥ പോലെ ആവുള്ളൂ. ഞാനും കളിക്കാരൻ എങ്ങനെയാണോ അനേക താളം നല്ലോണം ട്രെയിൻ ചെയ്ത് പഠിച്ച് കിട്ടാന്ന് കമ്പിമൽക്കടി ഓടുന്നത് എന്ന പോലെ 336 അധ്യായങ്ങളും കണ്ണടച്ച് പറയാം. അതിലെ അർത്ഥങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കാം. പക്ഷെ അതൊക്കെ അവിടെ, അത് പ്ലാറ്റ്ഫോം ലൈഫ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ അല്ല. അത് ഭാഗവതം ഉപദേശിക്കുന്നത് പ്രവർത്തന പദ്ധതിയിൽ കൊണ്ടുവരാൻ ഇത്രയും ഉത്തമമാകുന്ന ഗ്രന്ഥം വേറെ ഇല്ല എന്നർത്ഥം. എത്ര എളുപ്പ ഭഗവാൻ പറയും കൊടുക്കാം ഉദ്ധവനോടെ. ഉദ്ധവ ഒരു വിഷമവും ഇല്ല എന്നാ പറഞ്ഞത്. ഹതവേഗതൈഷ്യാമി മമധർമാൻ സുമംഗളാൻ എന്നാണ്. എന്റെ മംഗളമായിരിക്കുന്ന ആ ധർമ്മത്തെ ഞാൻ അങ്ങേക്ക് ചുരുക്കം പറഞ്ഞുതരാന്ന് പറഞ്ഞു. കുര്യാൽ സർവാണി കർമാണി. വല്ല വിഷമമുണ്ടോന്നാ ചോദിച്ചത്. മദർത്ഥേശനകൈസ്മരൻ. എന്നെയും കൂടി വിളിക്കൂ ഒരു കൂട്ടുകാരനായിട്ട്. ഏത് കർമ്മം ചെയ്യുമ്പോഴും എനിക്കുണ്ടൊരു ചേട്ടൻ കരിനീലപ്രകാശവാൻ കരിഞ്ഞെ സഹായിപ്പാൻ തുനിഞ്ഞുകൊണ്ടിരുപ്പവൻ. അത്ര കരുണാമയനാണ് അദ്ദേഹം.
ഒരു വിളി വിളിക്കൂ എന്നെ, ഞാനും കൂടെ വരാമല്ലോ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും ഭാര്യയോട് സല്ലപിക്കുമ്പോഴും പുത്രന്മാരെ വാത്സലിക്കുമ്പോഴും ഇതും കൂടി ഒന്ന് ഓർമ്മ വയ്ക്കരുത്. കഴിഞ്ഞു. എന്നാ ഉദ്ധവ പിന്നെ അവന്റെ കഥ എന്താ അറിയോ? ഞാൻ അഭിജേഷദുരാചാരോ ഭജതേ മാം അനന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ ക്ഷിപ്രം ഭവതി ധർമാത്മാ. തന്നിട്ട് കഴിഞ്ഞിട്ട് ഉച്ചത്തിലൊരു പ്രതിജ്ഞയാണ്. പറഞ്ഞോളൂ ഉണ്ണി അർജുന, കൗന്ദേയ പ്രതിജാതി നമേ ഭക്തം പ്രദർശനി. പറഞ്ഞോളൂ, ഞാനാ പറയാനുള്ളത്, തുറന്ന പറഞ്ഞോളൂ. ഉദ്ധവ സത്യമാണ്, എന്റെ ഭക്തര് അൺവപി ഞാൻ കീഴ്പോട്ട് കൊണ്ടുപോയില്ല. ഇത്ര തന്റെ ഇടത്തോടുകൂടി സ്വഭക്തന് തന്റെ വിശുദ്ധമായ വിശാല ഹൃദയത്തെ തുറന്നു കാണിച്ച ഒരു പുരാണം വിഷ്ണു പുരാണത്തിലോ ഹരിവംശത്തിലോ ബ്രഹ്മാണ്ഡ ബ്രഹ്മവൈവർത്താദികളാകുന്ന ഇതര പുരാണങ്ങളിലോ ഇത് പ്രഖ്യാപിക്കാത്തത് കൊണ്ട് അങ്ങക്ക് ന്യൂനത വന്നു വ്യാസ എന്ന് തുറന്നു പറഞ്ഞ നാരദന്റെ വാക്കുകളെ ബഹുമാനപൂർവ്വം ആദരിച്ചെഴുതിയ ഗ്രന്ഥമാണിത്. അങ്ങ് ധർമ്മശാസ്ത്രം ചെയ്യാൻ വന്ന ഭഗവാനെ കുറിച്ച് യുഗുപ്സിതം കർമ്മ പറഞ്ഞില്ലേ? അങ്ങ് പലതും വെട്ടു, അതൊക്കെ തിരുത്തു എന്ന് പറഞ്ഞു. അങ്ങ് എഴുതിയത് വളരെ തെറ്റ് വന്നുപോയി. അങ്ങ് എഴുതിയ ഭാരതം വായിച്ചവരൊക്കെ പിന്നെയും കറങ്ങും കിട്ടോ ഇത് തന്നെ. അതുകൊണ്ടൊന്നും കാര്യമായില്ല. ധർമ്മം യഥാ ധർമാർത്ഥകാമ അത് മുഴുവൻ അങ്ങ് ഭംഗിയായിട്ട് വർണ്ണിച്ചു. നദാ വാസുദേവസ്യ മഹിമാക്കി അനുവർണിത. പൊന്ന് കണ്ണനെയൊക്കെ വർണ്ണിച്ചില്ല. യശോദമ്മയുടെ മുമ്പിലേ കൈകൂപ്പിൽ നിന്നുകൊണ്ട് എന്നെ അമ്മ ഇനി തല്ലരുത്. ഭുവനത്തിന്റെ മുഴുവനും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്ക് ഏകനായകൻ തന്റെ പ്രേമ മാതാവിന്റെ മുമ്പിൽ വിറയ്ക്കുന്നു, കൈ കൂപ്പുന്നു, വിളിച്ച് കണ്ണീരൊഴുക്കി കരയുന്നു. ഞാൻ ഇനി കുറ്റം ചെയ്യില്ല, ഞാൻ മണ്ണ് തിന്നില്ല. അതില്ല, ഇവരൊക്കെ പറഞ്ഞു. ഒരു വെറുതെ പറയാ അല്ല. ഏട്ടനും പറഞ്ഞു. ഇപ്പൊ ഏട്ടന് കുറേശ്ശെ കൂട്ടുദോഷം വന്നു. അതുകൊണ്ട് കുറേശ്ശെ ഏട്ടനും കളവ് പറയാൻ തുടങ്ങി. എന്നാ ഞാൻ നോക്കട്ടെ. ആയ കൊടുത്തു. അണ്ടകോടികളെ കാണിച്ചു കൊടുത്തു. ആ ഈശ്വരനെ ഭരിക്കണം. ആ ഈശ്വരനിൽ സമന്വയം ചെയ്യാത്ത ഒരു ഈശ്വര പദമില്ല. കകാരത്താൽ കൃഷ്ണന്റെ പരിപൂർണമാകുന്ന കമലാകാന്തത്വം വിളിച്ചു പ്രഖ്യാപിക്കുന്നു. പേര് കൃഷ്ണനിടാൻ കാരണം കമലയുടെ കാന്തനാണെന്ന് ഇനി മനസ്സിലാവും ജനങ്ങൾക്ക്. അതുകൊണ്ടാ കമലാകാന്ത അങ്ങനെ തുടങ്ങുക. അപ്പോൾ ഇത്രയധികം മഹിമ ഭഗവാന്റെ തുറന്ന് പ്രഖ്യാപിച്ചു. അതും എങ്ങനെ? അനേക കോടി ബ്രഹ്മാണ്ഡ നായകനാണ് ഭഗവാനെന്നും പരിപൂർണതമ എന്നുമുള്ളതിനെ തെളിയിച്ച ഒരവതാരം. അംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പൂർണ്ണാവതാരം, പരിപൂർണാവതാരം. ഇതിനു മുമ്പേ ഉണ്ടാക്കുന്നത് ഈ അഞ്ചും കഴിഞ്ഞ് പരിപൂർണതമ കൃഷ്ണ. ആറാമതൊരു വകുപ്പ് അത് മാത്രം. അതിൽ ABCD ഇല്ല. മറ്റതിലൊക്കെ അംശാവതാരം തുടങ്ങാൻ കപിലൻ, B വ്യാസൻ, ജ്ഞാനം കലയാണ്, അത് രണ്ടും. ഇനി C വേറെ കിടക്കണു. അംശാവതാരം ജപദഗ്നിപുത്രൻ ഇങ്ങനെ തുടങ്ങിയിട്ട് അതിലൊക്കെ വംശാവതാരം ABC, കലാവതാരം ABCD അങ്ങനെ പറയാം. ഇതിലോ പൂർണ്ണാവതാരം അതുകൊണ്ട് ഒരു Aയും Bയും. നരസിംഹവും ശ്രീരാമചന്ദ്രൻ പൂർണ്ണാവതാരങ്ങളാണ്. പക്ഷെ പരിപൂർണതമ കൃഷ്ണ. പരിപൂർണം ഈശ്വരത്വത്തിന്റെ പരിപൂർണതയിൽ ഒരു ദിവ്യമായിരിക്കുന്ന രൂപം നമുക്ക് ഭാവന ചെയ്യാൻ സാധിക്കണം എന്ന് ആ കരുണാമയനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിശ്ചയിച്ച് ശ്യാമസുന്ദരനായി കോമളാംഗങ്ങളായിരിക്കുന്ന കരകരണാദ്യ അവയവങ്ങളോടുകൂടി പ്രേമം മുഴുവനും തന്നെ തന്റെ ഓരോ നടപ്പിലും അധരം മധുരം വദനം മധുരം വചനം മധുരം മധുരാധിപതേന അധികം മധുരം സർവത്ര മധുരം മധുരം മധുരം. ഇങ്ങനെ ഒരു അവതാരം. ആ കഥകൾ കേൾക്കുമ്പോൾ അതാണ് മാഹാത്മ്യം. ഒരു വസ്തുവിന്റെ യോഗ്യതയെപ്പറ്റി മറ്റു ജനങ്ങൾ അറിവുള്ളവർ പറയുമ്പോൾ വേണം അതിനെ ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ പറ്റുള്ളൂ എന്തും. അത് ഇന്ന് ലൗകികത്തിലെ വിഷയങ്ങളായാലും അതല്ലാത്ത ആത്മീയ വിഷയങ്ങളായാലും അറിവുള്ളവർ പറഞ്ഞു തന്നെ മനസ്സിലാക്കി തരണം. അതിനാലാണ് നാളെ നടക്കാൻ പോകുന്ന മഹായജ്ഞത്തിന്റെ മഹിമ. ജ്ഞാനയജ്ഞത്തിൽ വെച്ച് അത്യന്തം ഉന്നതമായ ജ്ഞാനയജ്ഞം ഇത് തന്നെയാണ്. ദ്രവ്യയജ്ഞ, തപോയജ്ഞ, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ പല യജ്ഞങ്ങളുണ്ട്. ദ്രവ്യയജ്ഞങ്ങളുണ്ട്, തപോയജ്ഞങ്ങളുണ്ട്, അനേക യജ്ഞങ്ങളുണ്ട്. പക്ഷേ സർവയജ്ഞങ്ങളും സതു കർമ്മവിസൂചകാന്ന് എടുത്തു. അനേക വിധത്തിൽ ബന്ധങ്ങളെ പെടുത്തുന്നതാണ് യജ്ഞങ്ങളൊക്കെ. ഇതൊരു കർമ്മമില്ലാന്ന് മാത്രമല്ല താപത്രയ ഉന്മൂലനം. ഇതുകൊണ്ട് ആധ്യാത്മിക ആദിഭൗതിക ആദിദൈവികങ്ങളായ സർവ്വകാലങ്ങളിൽ മുമ്പും ജന്മം തുടങ്ങി വന്നു മുതൽ ഇന്ന് വരെ നാം ചെയ്തതൊക്കെയും തീരെ മാച്ചു കളഞ്ഞ് ഇനിമേൽ ഇങ്ങനൊന്നും വരാതെ കണ്ട് അതിനെ ശുദ്ധ സ്ഫടികമാക്കി തീർത്ത് അതിൽ തന്റെ ദിവ്യമാകുന്ന അത്യന്തമുദാരമായ ഉദാത്ത മംഗള വിഗ്രഹത്തെ പ്രകാശിപ്പിക്കുന്ന ഗ്രന്ഥം ഭാഗവതം മാത്രം. അത് ചിലരങ്ങനെ പറയും. അവരുടെ ഇഷ്ട പുസ്തകം തന്നെ ഏറ്റവും നല്ലതാണ്. രാമായണവും പറയും വാൽമീകിം ഭൂത രാമസാമന ഗാവിനി പുനാതി ഭുവനം പുണ്യ രാമായണ മഹാനദി. അപ്പൊ അതുപോലെ അല്ല.
അത് അതാത് ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചോളം ഒരു മഹിമ പറയിക്കേണ്ട ആവശ്യമുണ്ട്. ഈശ്വരനെ കുറിച്ചുള്ള മഹിമ അതിൽ നല്ലോണം പ്രകാശിപ്പിച്ചിട്ടുണ്ട്. വേദവേദ്യ പരേപുംസി ജാതേ ദശരഥാത്മജേ വേദ പ്രാചേതസാരാശിൽ സാക്ഷാത് രാമായണാത്മക. അതുകൊണ്ട് സാക്ഷാത് രാമായണം പ്രതിപാദ്യ വിഷയം ഭഗവാൻ തന്നെ എന്ന് പറഞ്ഞാലേ ഭക്തന്മാർക്ക് ഭഗവാനാണെന്നുള്ള വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പം ശരിയുമാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ ഈശ്വരൻ എല്ലാം കൂടിയിട്ട് രൂപമെടുത്ത് വന്നിരിക്കുകയാണ്. ഓ, ഐശ്വര്യവും വീര്യവും ജ്ഞാനവും യശസ്സും തേജസ്സും ഓജസ്സും കാരുണ്യവും എനിക്ക് പറയാനാവില്ല. എല്ലാം കൂടി ഒരു രൂപം. അത് അമ്പാടി മണിക്കുട്ടലിൽ തന്നെ നമ്മുടെ അരുമയായ രൂപത്താവും. എന്ത് അഴകാർന്ന രൂപം! സുന്ദര്യോത്തരതോപി സുന്ദരതരം തൊദ്രൂപം. മറ്റേ ഒരുപാട് കണ്ടിട്ടാ പറഞ്ഞത്. ഇങ്ങനെ ഒരു സൗന്ദര്യ വസ്തു ലോകത്തിൽ വരില്ല കേട്ടോ എന്നാണ്. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. ആ കൃഷ്ണനെ നമ്മുടെ ഉള്ളിലുണ്ട്. അത് പ്രകാശിപ്പിക്കുന്നു ഈ ഗ്രന്ഥം. വന്ന് പ്രകാശിക്കണ്ട, പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് മുമ്പിലുള്ള മൂട് പടലങ്ങളായ കണ്ണാടിയിൽ പറ്റിരിക്കുന്നതായ പൊടി തുടച്ചു കളയുന്ന പോലെ നമ്മുടെ ഹൃദയത്തെ സ്പന്ദനം ചെയ്യിപ്പിക്കുന്ന ശക്തി സാക്ഷാൽ ദൈവിക ശക്തിയാണെന്നും ആ ദൈവിക ശക്തിക്ക് ആർക്കും കാണാനോ അറിയാനോ സാധിക്കാത്തതാണ് എന്ന് ഇതപര്യന്തം പറഞ്ഞിരുന്ന ആ ദൈവിക ശക്തി ഇതാ കാണാം, എടുക്കാം, അടുക്കാം, മടിയിൽ വയ്ക്കാം, ഉമ്മ വയ്ക്കാം, പാലൂട്ടാം, താരാട്ട് പാടാം, കൊഞ്ചിക്കുഴഞ്ഞ് ആടാൻ പറഞ്ഞ ആടും. അതാണ് ഈശ്വരന്റെ ഭക്തന്മാരോടുള്ള അങ്ങേയറ്റത്തെ പ്രേമം തന്നെയാണ് ഈ അവതാരം. അതിനാലാണ് ഗൗരംഗസ്വാമി പറഞ്ഞതെന്താ? കൃഷ്ണാവതാരം എന്നല്ല അവിടുത്തെ വാക്ക്, പ്രേമാവതാരം. ഈശ്വരൻ ജീവന്മാരോടുള്ള പ്രേമം കാണിക്കാൻ എഴുന്നള്ളി വന്നു പ്രേമാവതാരം. ഇങ്ങനെ പറഞ്ഞിരുന്നാല് വിളിച്ചാവോളം നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പറയാം. അത്ര പറഞ്ഞാലും അവസാനിക്കാത്തതാണ് മാഹാത്മ്യം ഭാഗവതത്തിന്റെ. അതൊരു പരിധിക്കകത്ത് നമുക്ക് നിന്നുകൊണ്ടൊന്ന് സ്മരിക്കാം. ആദ്യത്തെ അധ്യായത്തിൽ ഇത്രയും മഹിമയേറിയ ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുക തിളങ്ങി വിളങ്ങി കിടക്കുന്നതായിരിക്കുന്ന ചൈതന്യമാണ് ശ്രീകൃഷ്ണൻ നമുക്ക് ബോധ്യം തരുവാനുള്ള ശക്തിയും ഊർജവും ഈ ഗ്രന്ഥത്തിന് 5 അധ്യായങ്ങളെ കൊണ്ട് തെളിയിക്കുകയാണ് ഇവിടെ ചെയ്തത്. അത് 5 അധ്യായങ്ങൾ 2 പ്രകരണങ്ങളെ കൊണ്ട്. ഒന്ന്, ഇത്രയും ഉന്നതമായിരിക്കുന്ന ഒരു ദിവ്യഗ്രന്ഥം, വേദ ഇതിഹാസ സാരം, വേദാന്ത സാരം സർവശാസ്ത്ര സാരമായി ഇല്ലെന്ന് ഖ്യാപനം ചെയ്തതിന് ശേഷം അതിനാലുണ്ടാകുന്ന പ്രയോജനം 2 അധ്യായങ്ങളെ കൊണ്ട്. ഒരു വസ്തുവിന്റെ മഹിമ പറഞ്ഞു. അതുകൊണ്ട് നമുക്കെന്താ? അത് ഗോകർണന്റെ കഥ കൂടി അതിന്റെ പ്രയോജനം കാണിച്ചു തന്നു. ഇതാണ് അതിന്റെ ഫലം. ഇതിനെ ആശ്രയിച്ചാൽ ഒരു കാലത്തും ഗതി വരാത്തവർക്ക് പോലും പരിപൂർണമായ വൈകുണ്ഠഗതി വരുമെന്ന് മാത്രമല്ല, ചെയ്യാനിതാത്തതായ സർവ്വവിധങ്ങളായിരിക്കുന്ന സ്മൃതിയിലും ശ്രുതിയിലും അരുത് 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 നിഷേധിച്ചതൊക്കെയും ഒന്നിച്ചു ചെയ്ത് പാപത്തിന്റെ ഒരു വലിയ രൂപം വന്ന ഒരു ധുന്തുകാരിക്കും എല്ലാവിധങ്ങളാകുന്നതായിരിക്കുന്ന സൽക്കർമ്മങ്ങളെ കൊണ്ട് ഉദ്ധരിക്കാൻ സാധിക്കില്ലെന്ന് തീരുമാനമായ ഒരു മഹാപ്രേതത്തിനും ഭാഗവത ശ്രവണാൽ മുക്തി. ഭാഗവതം കേട്ടു അദ്ദേഹം വൈകുണ്ഠനായി ഭവിച്ചു എന്ന് മാഹാത്മ്യത്തെ എടുത്തു കാണിച്ച് അതിന് ഉദാഹരണമായി സർവപാപ വിമുക്തമാകുവാൻ ഇത് മതി എന്ന് തെളിയിച്ച 6 അധ്യായങ്ങളിലെ 5 അധ്യായങ്ങളെ കൊണ്ട് തെളിയിച്ച 6ാമത്തെ അധ്യായത്തിൽ അങ്ങനെയുള്ള ഈ മഹൽ ഗ്രന്ഥത്തെ എങ്ങനെ നാം സ്വീകരിക്കണം, എങ്ങനെ അതിനെ ആദരിക്കണം, എങ്ങനെ 7 ദിവസങ്ങളായി അതിനെ പഠിക്കണം, അതിൻ്റെ സമ്പ്രദായം എന്തായിരിക്കണം, ഇതാണ് ഈ 6 അധ്യായങ്ങളിൽ നമ്മളെ കേൾപ്പിച്ചു തരുന്നത് എന്നാദ്യം സ്മരിക്കട്ടെ. എങ്ങനെ അതിൻ്റെ ആരംഭം വരുന്നു നോക്കൂ. നൈമിഷാരണ്യം എന്ന ഒരു വനം, സാധാരണ വനമല്ല. ബ്രഹ്മാവിൻ്റെ അടുക്കൽ ഋഷീശ്വരന്മാരൊക്കെ ചെന്നു. ഒരിക്കൽ കലിയുഗം വരുന്നു എന്നുള്ളത് ഭാവി കണ്ടിരിക്കുന്ന ആ മഹാത്മാക്കൾ അവ കലിയുഗത്തിൻ്റെ ആഗമനത്തെ കണ്ട് ഭയന്ന്, കലി അധർമ്മം കൊണ്ട് നിറഞ്ഞതാണല്ലോ കലി, അറിയാം, അവർക്കറിയാം, നമ്മളെ പോലല്ല. അവര് അതങ്ങനെ സംഭവിച്ചല്ലോ, ഇതിങ്ങനെ സംഭവിച്ചല്ലോ എന്ന് നടുക്കം കൊള്ളുന്ന അനേക സംഭവങ്ങൾ ഇന്ന് നമ്മൾ പത്രങ്ങളിൽ കൂടിയും റേഡിയോയിൽ കൂടിയും ടി വിയിൽ കൂടി അറിയുന്നുണ്ട്. നമുക്ക് ഭയം ഉണ്ടാവുന്നുണ്ടില്ലേ? അവരത് കണ്ടു ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ അവർ ഭയന്നു. കലവ് പ്രാപ്തി അങ്ങനെ കഴിയുടെ നില ജീവശ്ചാസുരതാംഗത ചിന്താക്രാന്തസ്യ തസ്യൈവ ശോധനയെ കിംപരായണം. അവരാലോചിച്ചു തുടങ്ങി. ഇങ്ങനെ കലിയിലെ ജനങ്ങളൊക്കെ അക്രമികളായി തീർന്ന് ധർമ്മത്തെ മുഴുവനും തന്നെ ഉപേക്ഷിച്ച് സനാതനമായിരിക്കുന്ന ഈശ്വരനെ മറന്ന് ഉദരം ഭരിണോ ജീവ അരച്ചാൻ വയറ് ഉദ്യോഗം വിദ്യാഭ്യാസം, അതിനുള്ള വിദ്യാഭ്യാസം, ഉദരപൂരണത്തിലുള്ള വിദ്യാഭ്യാസം, ഉദരപൂരണത്തിലുള്ളതായിരിക്കുന്നതായ ജീവിതം, ഉദരപൂരണത്തിലുള്ളതായിരിക്കുന്നതായ സദാസമയത്തിലുള്ളതായ പ്രവർത്തനം, അത് പറ്റില്ല. കഴിഞ്ഞ് മേൽപോട്ട് ഒരു ഉത്തമാംഗമുണ്ട്. അതിനെപ്പറ്റി ഇവരാരും ചിന്തിക്കാതെ കലിയുഗം നശിക്കുമല്ലോ, കലിയുഗത്തെ ജനങ്ങളൊക്കെ നശിക്കുമല്ലോ എന്ന് വിചാരിച്ച് അവരെ സഹജീവന താപസന്മാരാണ്, അന്യരിൽ അങ്ങേയറ്റം അനുകമ്പ നിറഞ്ഞവരാണ്. അവരാണ് ബ്രഹ്മാവിനോട് ചെന്ന് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്താ ഇനി ചെയ്യണ്ടേ? കലിയുഗം വന്നാൽ അറിയൂലോ, ദൈവം വേണ്ട, ദൈവികം വേണ്ട, ദേവൻ വേണ്ട, ദേവാലയം വേണ്ട, ഒന്നും വേണ്ട, പിന്നെ വേണ്ടത് എന്താണ്? പാശ്ചാത്യൻ പറഞ്ഞ അതേ പ്രമാണം, ഡ്രിങ്ക്, ഈറ്റ് ആൻഡ് ബി മെറി ആൻഡ് ഡൈ. അത് തന്നെ, തിന്നടാ, കുടിക്കടാ, ചാവട, കുടിക്കടാ ഇഷ്ടം പോലെ, പൊട്ടിക്കടാ കുപ്പി നിറയ്ക്കേ വയറ്, എന്നിട്ട് തലയ്ക്ക് ഭ്രാന്തി പിടിച്ച് ഡ്രിങ്ക്,
പിന്നെ അതിനിടയ്ക്ക് ഇഷ്ടമുള്ള തിന്നട, കഷ്ട കണ്ടതിനെ കണ്ണുള്ളതിനെ കണ്ണില്ലാത്തതിനെ എല്ലാത്തിനും പിടിച്ച് തിന്നടാ, കിട്ടുന്നൊക്കെ തിന്നോ, ഡ്രിങ്ക് ഈറ്റ്, എന്നിട്ടോ ചാടി തുള്ളടാ, ഡങ്ക് ഡങ്ക് ഡങ്ക്. ഇതല്ലേ പഠിപ്പിക്കുന്നത്? ഇതല്ലേ വിദ്യയും അഭ്യാസവും? ഇപ്പോൾ അതല്ല നമ്മുടെ ലക്ഷ്യം. ഭാരത സംസ്കാരം അവിടുന്ന് എത്രയോ അകന്ന് ഭൗതികമാകുന്ന പേക്കൂത്തിനുള്ള വിദ്യാഭ്യാസത്തെ, എത്രയോ ജുഗുപ്സമായ വിദ്യാഭ്യാസത്തെ വിദ്യാഭ്യാസം എന്ന് പറയാൻ പോലും വയ്യാത്ത ഈ അവിദ്യ ആകുന്ന ആ അഭ്യാസത്തെ അല്ല വിദ്യ. അത് തന്നെ എന്താ? അറിവ്. എന്തിന്റെ അറിവ്? നമ്മൾ ശരീരങ്ങളാണ്, നശിക്കുന്നതാണ്. ശീർഷയരീതി, നശിക്കുന്നതാണ് ഈ ശരീരം. നമ്മൾ ശരീരങ്ങളാണെങ്കിലും നമ്മൾ ചൈതന്യമാണ്, ജീവനാണ്. നാം ജീവനാണ്. നാം ശരീരത്തോട് ഒട്ടി നിൽക്കരുത്. നശിക്കുന്ന ശരീരം നശിച്ചു പോകും, നശിക്കാത്ത ചൈതന്യം നമ്മുടെ കൂടെ എന്നും ഉണ്ടതാണ്. ആ ഉള്ളതിനെ സ്നേഹിക്കൂ. ശാരീരിക വസ്തുക്കളെ സ്നേഹിച്ച് നശിക്കാതെ ശരീരാന്തർഗതമായ ചൈതന്യനെ സ്നേഹിക്കൂ. നിങ്ങൾ ജീവിക്കൂ, നിങ്ങൾ ജീവിക്കൂ. അതാണ് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഭാഗവതം. അതാണ് ജീവിതം. മറ്റത് വാക്കുകളെ ജീവിതമുള്ളൂ, നശിക്കുന്ന ജീവിതം. തിന്നുക, കുടിക്കുക, ചാവുക, പഠിക്കുക, പഠിപ്പിക്കുക, ശമ്പളം മേടിക്കുക, പിന്നെയും ഭാര്യ ഉണ്ടാവുക, കുട്ടികൾ ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ അവരെ പഠിപ്പിക്കുക, നിങ്ങളൊക്കെ എം എയും ബി എയും തോന്നിമാസങ്ങളാക്കി തീർക്കുക. എന്നിട്ട് നാട്ടുകാരൊക്കെ കല്ലെറിയുക, ചീത്ത പറയാ. ഇങ്ങനെ അല്ലാതെ കണ്ട് മറ്റ് യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന ഉദ്ബോധനം നമുക്ക് തരുന്ന വിദ്യാഭ്യാസം അല്ലിത്. അത് തുറന്ന് പറയാണ്ട് നിവൃത്തിയില്ല എന്ന് കാലഘട്ടം അത്ര കണ്ടത്. അപ്പൊ ഇത് കണ്ടു മറിയുക. സത്യനാസി തപശൗച സ്വാധ്യായ തപഹർജവം ഉദരം ബഹിണോ ജീവാഹ പരാഗ കൂടഭാഷക ശിശുനോദന പരികളെന്നാ പേര് തന്നെ പറഞ്ഞ് അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടേ ഉള്ളൂ ലോകത്തിൽ, വേറെ ഒന്നും വേണ്ട. ഭാര്യ വേണം, ഊണ് കഴിക്കണം, തന്നെ. അത് കണ്ടപ്പോ അവര് ബ്രഹ്മാവിനൊക്കെ സങ്കടം പറഞ്ഞപ്പോ ബ്രഹ്മാവ് ഉപദേശിച്ചു, പേടിക്കണ്ട നിങ്ങൾ, ഞാനൊരു വിദ്യ കണ്ടുപിടിച്ചു. എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു വണ്ടി ചക്രം ഉണ്ടായി, മിന്നിക്ക് തുടങ്ങുന്ന ഒരു നേമി വണ്ടിയുടെ പുറത്തുള്ളതായിരിക്കുന്ന ആ വട്ട്. ഈ വണ്ടിയുടെ വട്ട് ഉരുട്ടിപ്പൊക്കോളും. ഭൂമിയിൽ എവിടെയെങ്കിലും ഒരു ദിക്കിൽ ചെല്ലുമ്പോൾ അത് പൊടിഞ്ഞ് താഴെ വീഴും. അവിടെ മുഴുവൻ പൊടിയായി തീരും. അവിടെ ഒരു വനം ഉണ്ടാകും. ആ വനത്തിൽ നിങ്ങൾ ഇരുന്നുള്ളൂ. അവിടെ കരി ബാധിക്കില്ല. നേമി ശീർണമാകുന്ന സ്ഥാനമാകുമ്പോൾ അതിന് നൈമിഷാരണ്യം എന്ന് പേരുമാകും. അങ്ങനെ ഒരരണ്യം ഉണ്ടായി. അവിടെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അവരിയ്ക്കുമ്പോഴാണ് വ്യാസശിഷ്യനായ പരമജ്ഞാനിയായ പുരാണത്തിനായിരിക്കുന്ന ആ സൂതൻ അവൾ ശ്രമിക്കുന്നു. ദേവളെ ആദരിച്ചു. ഇപ്പൊ അവര് ഭജിച്ച് പൂജിച്ചതിന്റെ ഫലം കിട്ടി. കാരണം ഭജിച്ച് ഭഗവാനെ ശരിക്കും പൂജിച്ചാൽ ഭഗവാന്റെ മഹിമ മാഹാത്മ്യം അറിയുന്ന മഹാന്മാരെ കാണാൻ സാധിക്കും. സത്സംഗം കൊണ്ടേ പരിപൂർണമായ ഈശ്വരാനന്ദത്തെ അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. മഹാസജ്ജനമായ സൂതനെ കണ്ടതും ബഹുമാനിച്ച് ആദരിച്ചിരുത്തിയിട്ട് പറഞ്ഞു, അങ്ങ് ഞങ്ങൾക്ക് പലപ്പോഴും പല കഥകളും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഇപ്പോൾ കേൾക്കേണ്ടത് കഥകളല്ല, കഥാസാരം. ഈ കഥകൾക്കൊക്കെ ഒരു സാരമില്ലേ? ഈ കഥകൾക്കൊക്കെ ഒരു ഹൃദയമില്ലേ? അങ്ങ് പറഞ്ഞ അനേക കഥകളൊക്കെ ഇപ്പൊ ഞങ്ങളുടെ ചെവിയിൽ ഓർമ്മയുണ്ട്. പക്ഷെ ആ കഥകൾക്കൊക്കെയും തന്നെ ഊടും പാവുമായി നിൽക്കുന്ന ഒരു കഥാസാരമുണ്ടല്ലോ. എല്ലാ കഥകളുടെയും അടിസ്ഥാനമായ ഒരു തത്വം. ആ തത്വത്തെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഇപ്പൊ അങ്ങയുടെ വരവ് ഞങ്ങൾക്ക് അതുകൊണ്ട് അങ്ങേയറ്റം സന്തോഷപ്രദമായി തീർന്നിരിക്കുക. പിന്നെ ഞങ്ങൾക്ക് വേറെ ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞ് താഴെ പറയുന്ന സംശയങ്ങൾ ഉന്നയിക്കുക. ഈ കലിയുഗത്തില് ഏതൊരു ധർമ്മത്തെ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത്? ജീവശാശ്വതാംഗത ചിന്താക്രാന്തസ്യ തസ്സൈവ ശോധനയെ കിം പരാഹി. ഭക്തിജ്ഞാന വിരാഗം, ഇത് മൂന്നും വേണം. ഭഗവാന്റെ ഭക്തിയും പ്രപഞ്ചം നശ്വരമാണെന്നറിഞ്ഞ് ശരീരവും തദ്വാര നശ്വരം തന്നെയെന്ന് മനസ്സിലായി ശരീരത്തിൽ നിന്ന് അകന്ന് ശരീരാന്തർഗതങ്ങളായിരിക്കുന്നതായ ഇന്ദ്രിയാദികളുടെയും അവരുടെ ആഗ്രഹങ്ങളിൽ നിന്നും അകറ്റി മനുഷ്യനെ ഏകാകാരമാക്കി ആത്മചൈതന്യത്തിലേക്ക് എത്തണം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ പ്രപഞ്ചത്തെ വിട്ടുനിൽക്കുവാനും ഈശ്വരൻ തന്നെ ശാശ്വതമെന്നുള്ള ബോധം ഉള്ളിൽ ഉണ്ടാകുവാനും തദ്വാര ഈശ്വര ഭക്തി ഉള്ളിൽ ഊറി എപ്പോഴും ഈശ്വര പ്രേമത്തിൽ വിലാവാനും സാധിക്കുന്ന മാർഗം അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. പിന്നെ ഞങ്ങൾക്ക് മറ്റൊരു വലിയൊരാഗ്രഹമുള്ളത്, ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ച അത്ഭുത ലീലകൾ പലതും ചെയ്തു. ആ ചെയ്ത ലീലകളൊക്കെയും അത്യന്തം ഉദാരങ്ങൾ, ഉത്തമങ്ങൾ, മധുരങ്ങൾ. പക്ഷെ അവയുടെയൊക്കെയും ഗൂഢാർത്ഥം ഞങ്ങൾക്കറിയില്ല. അങ്ങേപ്പോലുള്ളവർക്കേ അറിയുള്ളൂ. അവിടുന്ന് മണ്ണ് നിന്നതിനും ഒരു തത്വം കാണും, അവിടുന്ന് കെട്ടിൽപ്പെട്ടതിനും ഒരു തത്വം കാണും, അവിടുന്ന് ഗോപീജനങ്ങളുടെ വസ്ത്രം അപകരിച്ചതിനും ഒരു തത്വം കാണും, അവിടുന്ന് രാസലീല ചെയ്തതിലും ഒരു തത്വം കാണും, അവിടുന്ന് മാതുലനായിരിക്കുന്ന ആ കംസനെ കൊന്നതിനും മറ്റൊരു തത്വം കാണും. ലൗകികന്മാർക്ക് അത് അറിയില്ല. അങ്ങേപ്പോലെ ഭഗവാങ്കിൽ അഗാധമായി ചിന്തനം ചെയ്ത് അതിൽ തന്നെ എപ്പോഴും ഉലാവിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാമനസ്കനായ ഹേ വ്യാസശിഷ്യനായ മഹാത്മാവേ സൂത പറഞ്ഞു തരണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വളരെ നന്നായി. എനിക്കും വാസുകൾ കേൾക്കാൻ ആഗ്രഹമുള്ള ആളോട് പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ഞാനത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ നിങ്ങളൊക്കെ കൂടി ഭഗവാന്റെ ഉത്തമ ഭക്തന്മാരായി ഈശ്വരനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളോട് തന്നെയാണ് പറയാനും ഉത്സാഹം. എന്നാൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട.
ഭഗവാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ഒരു ഗ്രന്ഥം ഗുരുനാഥനായ വ്യാസൻ എഴുതിയത് ഞാൻ പഠിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഭാഗവതം ഭാഗവതം നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അന്നാ നന്നായിതായവർ. എന്നാ ആ ഭാഗവതം എന്ന പുരാണത്തിൽ ഇതെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്നു. കലിയിലെ എങ്ങനെ ധർമ്മത്തെ അനുഷ്ഠാനം ചെയ്യണമെന്ന്, അത് മറ്റു യുഗങ്ങളിലെ അനുഷ്ഠാനങ്ങൾക്കും കലിയുഗത്തിലെ അനുഷ്ഠാനങ്ങൾക്കും തമ്മിലുള്ളതായിരിക്കുന്ന വ്യത്യസ്ത ഭാവങ്ങൾ എന്തെന്ന്, ഭഗവാൻ അത്യന്തം ഉദാരങ്ങളായിരിക്കുന്ന അവതാരങ്ങളെ ചെയ്തത് ഏതേത് ഉദ്ദേശങ്ങളെ കൊണ്ടെന്ന്, അതുപോലെ തന്നെ എല്ലാവിധങ്ങളാകുന്നതായ ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ ശാശ്വതമായ സമാധാനം വരുവാനുള്ള പരമശ്രേയസിന്റെ മാർഗം ഏതെന്ന്, അതുപോലെ തന്നെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകുവാനുള്ളതായിരിക്കുന്ന എളുപ്പമാർഗം എന്തെന്ന്, അത് അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയെന്ന്, ഇതൊക്കെ നിങ്ങളുടെ സർവ്വ അംശങ്ങളെയും ഒന്നിച്ച് കൂട്ടിപ്പെരുക്കി വെച്ച് നോക്കുകയാണെങ്കിൽ ഭാഗവതം ശാസ്ത്രം കലവും ഹിരേണ ഭാഷിതം. നാഥനായിരിക്കുന്ന വ്യാസമഹർഷിയുടെ ഉത്തമപുത്രനായി അവധൂതാഗ്രഗണ്യനായി പരമഹംസനായി ശുഗൻ എന്ന നാമധേയത്തിൽ അറിയുന്ന ആ പരമമുനീനാം പരമഗുരുവായ അദ്ദേഹത്തിനാൽ പറയപ്പെട്ട ആ ഭാഗവതം അത് ശാസ്ത്രമാണ്. അത് സത്യത്തെ മാത്രമല്ലാതെ മറ്റൊന്നിനെയും പ്രഖ്യാപിക്കാത്തത് എന്നതിന് ആ ശാസ്ത്രമാണ്. അതിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. മറ്റു പുരാണങ്ങളിലൊക്കെ അർത്ഥം വർണ്ണിക്കാൻ വേണ്ടി ചിലപ്പോൾ കൂട്ടിച്ചേർക്കും. സത്യത്തിനെ ഒന്നുകൂടി വിസ്തരിച്ച് വ്യാഖ്യാനിക്കാൻ വേണ്ടി ചില അസത്യങ്ങൾ പ്രസ്താവിച്ചിരിക്കും മറ്റു പുരാണങ്ങളിൽ. ഇവിടെ അതില്ല. ഇവിടെ സത്യം 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 കൂട്ടിപ്പെരുക്കി പറയലില്ല. ഉള്ളതിനെ അങ്ങേയറ്റം മധുരമായി വർണ്ണിച്ചിട്ടുള്ള ശാസ്ത്രമാണ്, ശാസ്ത്രവും കൂടിയാണ് ഇതം ഭാഗവതം നാമപുരാണം ബ്രഹ്മസംഹിതം. വേദം മുഴുവനും ഒന്നിച്ചു തലയാട്ടി അതിൻ്റെ തത്തുല്യമായിരിക്കുന്നതായ മഹിമ ഉള്ളതായ ഗ്രന്ഥമാണ് ഭാഗവതം. കാരണം ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിഗമ കൽപ്പതരോർ ഗളിതം ഫലം സുഖമുഖ അമൃതദ്രവ സംയുതം. അതാണ് ഇതിന്റെ പ്രത്യേകത. അല്ലെങ്കിൽ സജ്ജനങ്ങളെ എന്ന് പറയാണ്, ഒരു മരത്തിന്റെ യോഗ്യത അറിയണമെങ്കിൽ ഫലത്തിലല്ലേ. നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് നല്ലൊരു ഗംഭീരൻ മാവ് നിൽക്കുന്നുണ്ട്. അതിന്റെ ഇല കടിച്ചാൽ ചവർക്കും, അതിന്റെ തോല് തിന്ന കല്ലും പൊട്ടും സർവവും പൊട്ടും സ്വാദുമില്ല. അതിന്റെ വേരിൽ ആകപ്പാടൊരു കയ്പായിരിക്കും. അതിൽ നിന്നുണ്ടാവും നല്ല വൃശ്യമാസമാകുമ്പോ ചെറിയ പൂക്കള്, ധനുമാസമാകുമ്പോ കണ്ണി മാങ്ങകള്, മകരമാസം ആവുന്ന സമയത്തിൽ അങ്ങനെ വീഴായി കണ്ടാൽ കൊതിയാവുന്ന മാങ്കഴങ്ങൾ വീണാൽ തൊട്ടാൽ അത് മുഴുവൻ മധുരം 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 മധുരം. അതിലെ മാവിനയുടെ ചവർപ്പില്ല, തൊണ്ടിന്റെ മരത്തിന്റെ തൊണ്ടിന്റെ കാഠിന്യമില്ല, സർവത്ര രസം. ഇതുപോലെ വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ ഒരേ ഒരു പഴം ഉണ്ടായുള്ളൂ, മാവിൽ അനേകം പഴം ഉണ്ടാവും. അതാണ് ഈ പഴം ഭാഗവതം. സുഖമുഖ അമൃതദ്രവ സംയുതം ഗളിതം. സാക്ഷാൽ ആ സുഖ ആചാര്യന്റെ നാക്കുകളിൽ നിന്ന് അമൃതം ഒഴുകുന്ന പോലെ ഒഴുകി 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 അങ്ങനെ വരുന്നതാണ് ആ ഭാഗവതം. അതെങ്ങനെയുള്ള രസമാലയം, രസത്തിന്റെ ആലയവുമാണ്. ലയിക്കുന്നവരെ പാടേണ്ടതുമാണ്. മരിച്ചാലും ഇത് നിർത്തരുതെന്നാണ് പിന്നെയും പാടുന്നത്. മുഹു വീണ്ടും വീണ്ടും. ഞാൻ ഒരു സപ്താഹം കഴിഞ്ഞു, ഇനിയിപ്പോ വെറുതെ ഇരിക്കുക. അരുതേ അരുത് അരുത്, അവൻ തൊലഞ്ഞു എന്നർത്ഥം. സപ്താഹം കഴിഞ്ഞു ഇവിടത്തെ ഇനി അടുത്തത് വരണു. ഇങ്ങനെ വീണ്ടും വീണ്ടും മുഹുരഹോ രസികാഹ ഭൂവി ഭാവുകാഹ. എല്ലാവർക്കും ആ ഭാഗ്യം കിട്ടില്ല. സുഹൃതം എത്ര ഉണ്ടാവണമെന്നാ പറഞ്ഞറിയുമോ? കോടി ജന്മസമുത്തേന സുഹൃതേന ഇവ ലഭ്യതയെന്ന്. ഒരു ജന്മം പോരാ, 1000 ജന്മം പോരാ, 10,000 ജന്മം പോരാ. സജ്ജനങ്ങളെ, നിങ്ങൾ കോടി ജന്മത്തിൽ സുഹൃതം ചെയ്തു. ഇവിടെ പാപത്തിന്റെ കണികളുള്ളവർ വരില്ല. പരിപൂർണ പുണ്യത്തിന്റെ പുഞ്ചങ്ങളെ ഇവിടെ വരുള്ളൂ, സംശയമില്ല. കോടി ജന്മ സമുച്ചയന പുണ്യേന ഇവതു ലഭ്യതേ. കാരണം സതു വേദാർത്ഥ സംഹിത അതാണ്. വേദം മുഴുവനും ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. അതിന്റെ മുഴുവനും തന്നെ കൂട്ടിപ്പെരുക്കി എടുത്ത് തിരട്ടി പാല് പോലെ, പാല് തിരട്ടി പഞ്ചാരയിട്ട് ഗുളകുളമായിട്ട് വരണില്ലേ, അതുപോലെയാണ് ഈ ഭാഗവതത്തിന്റെ രസം. അതുകൊണ്ട് ഇത് തന്നെ മതി. നിങ്ങളുടെ സർവ്വ സംശയങ്ങളും തീരും. അപ്പൊ അവർക്കൊരു സംശയം, അതെന്താ ഈ വേദവും വേദാന്തവും ഒക്കെ ഉണ്ടല്ലോ ഭക്തിജ്ഞാനങ്ങളെ വർദ്ധിപ്പിക്കാൻ, അതും ഇതുമായിട്ട് തത്തുല്യത പറയാമില്ലേ? ഹൈ അബദ്ധായി തത്തുല്യതയോ? ബ്രഹ്മാവ് പരീക്ഷിച്ച കഥ നിങ്ങൾ കേട്ടിട്ടില്ലാവോ? ഞാൻ പറയാം. ബ്രഹ്മാവ് ഒരു ദിവസം നിങ്ങൾക്കുണ്ടായ സംശയം അദ്ദേഹത്തിന് ഉണ്ടാക്കി നമ്മുടെ സംശയം തീർക്കാൻ വേണ്ടിയിട്ട്. അതോളയൽ സാധന അന്യജ ലഘുന്യന്യാനി ജാതാനി ഗൗരവേണ ഇതം മകൻ. അങ്ങനെ സംഭവം ഉണ്ടായി. അത് നിങ്ങൾ മനസ്സിലാക്കിയില്ല? ഇല്ല, ഒന്ന് പറയൂ. അതോ ബ്രഹ്മാവിനെ ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയ പോലെ വേദം, ഉപനിഷത്തുകള്, ജ്ഞാനകാണ്ഡ സമുച്ചയങ്ങളായിരിക്കുന്ന നിരവധി സംഹിതകള്, അതൊക്കെ അദ്ദേഹം നോക്കിയിട്ട് ഭാഗവതവും നോക്കി. അതിനൊരു സംശയം, ഈ ഭാഗവതവും ഇതുമായിട്ട് വലിയ വ്യത്യാസം ഇല്ലാന്ന് തോന്നണമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഒരു ത്ലാസ് കെട്ടി വെച്ച് നോക്കാം. ഈ ത്ലാസ് എന്നുള്ളതൊരു ഉൾപ്രേക്ഷയാണ്. ത്ലാസ് കെട്ടിയാൽ ഭാഗവതം ഒരു പുസ്തകമേ ഉള്ളൂ, അത് പൊങ്ങിത്തന്നെ നിൽക്കും. മറ്റു പുസ്തകങ്ങളൊക്കെ താഴെ അർത്ഥത്തിലല്ല. അദ്ദേഹത്തിന്റെ മനസ്സൊരു ത്ലാസാക്കി. ഇങ്ങനെ ഭാഗത്തെ തട്ടിൽ സർവ്വഗ്രന്ഥങ്ങളുടെയും സാരത്തെ അദ്ദേഹം എടുത്തെടുത്ത് വെച്ചു. പക്ഷെ അത് എത്ര എടുത്തു വെച്ചാലും ഇങ്ങേ ഭാഗത്ത് ഭാഗവതം വെച്ചു അത് ഘനപ്പെട്ട് തന്നെ ഇരിക്കണം. ഇങ്ങേ ഭാഗത്തെ തട്ട് പൊങ്ങണേയില്ല. വേദം 4, വേദസംഹിതകൾ മുഴുവൻ, മന്ത്രങ്ങൾ മുഴുവൻ,
ഉപനിഷത്തുകൾ മുഴുവൻ, ഉപപുരാണങ്ങൾ മുഴുവൻ, പുരാണങ്ങൾ മുഴുവൻ. എന്നിട്ടും അതങ്ങനെ പൊങ്ങിപ്പോയി പോയി പോയി അല്ലാണ്ട് ഇതിനനക്കമില്ല. അപ്പം അദ്ദേഹം നിശ്ചയിച്ചു ഭാഗവതത്തിൻ്റെ ഘനം, പക്ഷെ അത് ഗ്രന്ഥത്തിൻ്റെ ഘനമല്ല, ഭാഗവതത്തിലെ അർത്ഥത്തോടു കൂടിയതായിരിക്കുന്നതായ ദിവ്യമായ ഭഗവത് ഗുണഗണങ്ങളെ വർണ്ണിക്കുന്ന ആ മന്ത്രങ്ങളുടെ ഘനം, അതിനുള്ളതായിരിക്കുന്നതായ ഭക്തന്മാരെ അനുഗ്രഹിച്ച് ആകർഷിച്ച് സർവഭാവ വിമുക്തമാക്കുവാനുള്ള ശക്തി ഭാഗവതത്തിന് തുല്യം വേറെ ഒന്നുമില്ല എന്ന് ബ്രഹ്മാവ് പരീക്ഷിച്ചറിഞ്ഞതാണ്. അതെന്താ അങ്ങനെ ഒരു ശക്തി ഇതിന് വന്നത്? അപ്പം അതിലെന്തോ ഒരു പ്രത്യേകതയുണ്ടല്ലോ. അതും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയാം. ഒരിക്കൽ ഈ കഥ പരീക്ഷിത് മഹാരാജാവ് കേൾക്കാനിരുന്നു. അപ്പോൾ ദേവന്മാരൊക്കെ വലിയ സുവർണ കുംഭത്തിൽ ദേവലോകത്തിലെ അമൃതം കൊണ്ടുവന്നു. എന്നിട്ട് സുഖം നഷ്ടാവതൻ സുഖാത്മാവിനെ നമസ്കരിച്ചു. അദ്ദേഹം നോക്കി, സ്വകാര്യ കുശലാ, ഓ ഇവർ സ്വാർത്ഥികളൊക്കെ വന്നിട്ടുണ്ടല്ലോ, ഇവർക്കിപ്പോൾ ഇവിടെ എന്താ കാര്യം? നയ അദ്ദേഹത്തിന് ഇവരൊക്കെ സ്വാർത്ഥികളാ, സ്വന്തം കാര്യം ചിന്ത ബാധ അത് തന്നെ. മറ്റുള്ളവർ തുലഞ്ഞാലും വേണ്ടില്ല, ജീവിച്ചാലും വേണ്ടില്ല, പ്രശ്നമില്ല, നമുക്ക് ജീവിക്കണം, നമുക്ക് ജീവിക്കണം. അങ്ങനെ ഉണ്ടല്ലോ കുറെ കൂട്ടിരുന്നും അന്നും എന്നും. അതിൽ പെട്ടവർ തന്നെയായി ദേവന്മാരും. അപ്പം അവരിവിടെ എന്തിനാ വന്നതെന്ന് വിചാരിച്ചു നെറ്റി വിളിച്ച് നോക്കി അദ്ദേഹം. അപ്പം അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ വന്നിരിക്കുന്നത് അമൃതകുംഭം കൊണ്ടുവന്നിരിക്കുകയാണ്, ഇദ്ദേഹത്തിനെ വിഷം നിറഞ്ഞുള്ള തർശകൻ കടിച്ചോട്ടെ, ഈ അമൃതം കുടിച്ചാൽ അദ്ദേഹം ജീവൻ കൊടുക്കാമല്ലോ. അങ്ങ് ഈ ഭാഗവതമാകുന്ന അമൃത് ദേവലോകത്തിൽ ഞങ്ങൾ അങ്ങേക്ക് മാലയിടാം, ആദരവ് തരാം, എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, അങ്ങോട്ട് വന്നാൽ കൊള്ളാം. അദ്ദേഹം മുഖത്ത് നോക്കി. ഇങ്ങനെ വേറൊരാളും അദ്ദേഹം പറഞ്ഞിട്ടില്ല, ഇവരോട് പറയാൻ നല്ല രസം തോന്നി. അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞു, കോ കഥ കോ സുധാലോ കഷ്ടം, നിങ്ങളോട് ഞാൻ എന്ത് പറയുന്നു? കരിക്കട്ട എടുത്ത് അത് കൊണ്ടുവന്ന് നല്ല രത്നം തരാം, ഈ കരിക്കട്ട ഇങ്ങോട്ട് തരാമെങ്കിൽ അല്ലേ, ഈ കരിക്കട്ട എടുത്തോളൂ, ആ രത്നം ഇങ്ങോട്ട് തന്നോളൂ അല്ലേ. നിങ്ങളുടെ അമൃതേ കരിക്കട്ടയ്ക്ക് തുല്യമാണ് രത്നത്തിന്റെ മുമ്പിൽ എന്ന പോലെയും ശാശ്വതമായ ഈശ്വരാനന്ദത്തെ കൊടുക്കുന്ന അമൃതത്വമശ്വരതേ എന്ന അമൃതനേക്കാൾ എത്രയോ താഴ്ന്നതാണ് തൽക്കാലം 100 ആയുസ്സുള്ളത്, 150 അല്ലെങ്കിൽ 120 ആകുന്നത് വരെയുള്ളതും അത് കഴിഞ്ഞാൽ പിന്നെയും മൃതമാകുന്നതുമായിരിക്കുന്ന താൽക്കാലികമാകുന്ന സുഖഭോഗങ്ങളെ കൊടുക്കുന്ന ദേവലോകത്തിലെ അമൃതവിടെ. എനിക്ക് നിങ്ങളുടെ പൂജ ഒന്നും വേണ്ടൊക്കെ പോയി നിങ്ങൾക്ക് തരില്ല. അതായത് സുരന്മാർക്ക് പോലും ലഭിക്കാത്ത പുണ്യമാണ് ഭാഗവതം കേൾക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യം. അതാണ് സുരന്മാരെ പ്രാർത്ഥിച്ചിട്ടും അവരെ പരിഹസിച്ചയച്ചു അദ്ദേഹം. ദേവാൻ ജഹാസ, മതി മതി, ഇവിടെ നിന്ന് ചാടിയ തുള്ളൊന്നും വേണ്ട, പോകണം, അവിടെ പോയി സുഖമായിട്ട് ഉർവശിയും കണ്ട് രംഭയും കണ്ട് തിലോത്തമയും കണ്ട് അങ്ങനെ സുഖമായിട്ട് കഴിയണം. ഞാനിവിടെ ഈ രാജാവിനെയും ഈ ഗംഗാരിയുടെ വാസികളായ ഭക്തന്മാരെ ഇത് കേൾപ്പിക്കട്ടെ, ഗുഡ് ബൈ ടാറ്റ എന്ന് പറഞ്ഞതാണ്. അപ്പൊ അവർക്കും കിട്ടില്ല. കാരണം എന്തെന്ന് അതോ തന്റെ പരമോപദേശം കേട്ട് പരമഭക്തനായിരിക്കുന്ന ഉദ്ധവസ്വാമി തൃപ്പാദത്തിൽ അങ്ങനെ കണ്ണീര് കൊണ്ട് കഴുകി കഴുകി നിന്നിട്ട് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അടിയനൊന്നും ഇനി പ്രപഞ്ചബന്ധം വരില്ല എന്ന് ബോധ്യം വന്നു കഴിഞ്ഞു. അടിയൻ ഇനി മുക്തി എന്നുള്ളതായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് വേറെ എങ്ങും തേടേണ്ടതില്ല എന്നും മനസ്സിലായി കഴിഞ്ഞു. പക്ഷെ ചെറിയൊരു അഭിപ്രായം, ഭഗവകാര്യം വിചാരില്ല. പാവങ്ങൾ കലിയുഗത്തിൽ വരുന്ന ജനങ്ങൾക്ക് ഈ മനോഹരമായ രൂപങ്ങൾ മറച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെന്ത് ചെയ്യേണ്ടു? ഭഗവാനെ സന്തോഷം തോന്നി. ഉദ്ധവ അങ്ങേപ്പോലെ ഒരു ജീവസ്നേഹിയെ കാണാൻ വിഷമമാണ്. അങ്ങക്ക് അവനവന്റെ കാര്യമാണെങ്കിൽ അങ്ങ് ഇതെല്ലാം സാധിച്ചു എന്ന് പറഞ്ഞു വലിയ വരുവാൻ പോകുന്ന സജ്ജനങ്ങളെ കുറിച്ചുള്ള അങ്ങയുടെ ഈ ചിന്തനം എന്നെ അങ്ങേയറ്റം അങ്ങയുടെ ഈ ചോദ്യം കൊണ്ട് സന്തോഷിപ്പിച്ചിരിക്കും. ഒന്ന് ആലോചിച്ചു. അങ്ങയുടെ സംശയം ഞാൻ തീർത്തു തരാം. ഞാനിപ്പോൾ ഈ ശരീരം മറിച്ചാൽ എനിക്ക് വേറെ എങ്ങും പോക്കില്ല. എൻ്റെ മനോഹരമായ ദിവ്യലീലകളെ വർണ്ണിക്കും അടുത്ത് തന്നെ വ്യാസൻ, ഞാൻ തന്നെയായ വ്യാസൻ എൻ്റെ അത്ഭുത ലീലകളെ വർണ്ണിക്കുമ്പോൾ സ്വകീയം യത് ഭവേത്തേജ, എൻ്റെ യാതൊരു അത്ഭുതമാകുന്ന തേജസ്സാണോ ഉള്ളത് ഉദ്ധവ, അതിനെ ഭാഗവതയതാൽ ഞാൻ എൻ്റെ ദിവ്യലീലകളെ വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതം പുരാണതിലകം യത് വൈഷ്ണവാനാം പ്രിയം എന്നിനി ഘോഷിക്കും ഒരു ഗ്രന്ഥമുണ്ടാവും. അതിനകത്ത് അക്ഷരം പ്രതി ഞാൻ എൻ്റെ സച്ചിദാനന്ദത്തെ പ്രകാശം ചെയ്തോളാം. കാരണം ഇന്ന് അങ്ങ് എന്നെ കാണുന്ന ഈ രൂപത്തെക്കാൾ ഹൃദയത്തിൽ വാങ്മയിയായിരിക്കുന്ന എൻ്റെ ചരിത്രത്തെ കേട്ട് 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 കണ്ണിൽ കാണുന്നതിനേക്കാൾ കണ്ണിൽ കണ്ട അനുഭൂതിയിൽ കണ്ണിൽ കാണുകയും മനസ്സിൽ കാണുകയും സർവ്വ ഇന്ദ്രിയങ്ങളിലും ആ നീലമേഘ ശ്യാമവർണ്ണ കാന്തി തിളങ്ങുകയും വിളങ്ങുകയും ചെയ്യും പോലെ സന്തോഷായ ഉദ്ധവനെ വീണ് നമസ്കരിച്ച് പാതുകയും കൊണ്ട് പിന്നെ പോവാം. അപ്പോൾ ഭഗവാന്റെ പ്രത്യക്ഷാവർത്തത അതാണ് ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവഹി. ഭഗവാന്റെ ദിവ്യരൂപമായിട്ട് തന്നെ ഇത് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേക മഹിമ. അങ്ങനെയോ എന്നാൽ ഞങ്ങൾക്ക് ഈ മഹിമയുള്ള ഈ ഭാഗവതത്തെ ആദ്യം എപ്പോൾ എങ്ങനെ എവിടെ സംഭവിച്ചു ഇതിൻ്റെ പ്രചാരം എന്ന് കേട്ടാൽ കൊള്ളാം എന്നായി. അതോ അത് നിങ്ങളുടെ ചോദ്യം വളരെ നന്നായി. സാക്ഷാത് ഭഗവാന്റെ പരമഭക്തൻ നിത്യദാസൻ ശ്രീനാരദൻ കലിയുഗം വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി കണ്ടിട്ട്
ആകെ വിഷമിച്ച് യുഗം വന്നതോടുകൂടി അദ്ദേഹം ഒരു ഭ്രമണം നടത്തി, എവിടെയെങ്കിലും സത്യധർമാദികൾ ആചരിക്കുന്നുണ്ടോ എന്ന്. അദ്ദേഹം നടന്ന ദിക്കിലൊന്നും കണ്ടില്ല. അദ്ദേഹം എവിടേക്കാ പോയതെന്ന് പറയാനാവില്ല. ഹരിക്ഷേത്രം, കുരുക്ഷേത്രം, ശ്രീരംഗം, സേതുബന്ധനം ഏവമാതിരു തീർത്ഥേഷു ഭ്രമമാണ് ഇതസ്തത നാവശ്യം കുത്രജിത് ധർമ്മ നാവശ്യം കുത്രജിത് ധർമ്മം. എവിടെയും നോക്കിയാലും ധർമ്മമില്ല, എവിടെയും. പിന്നെ എന്താ ഉള്ളത്? അവിടെയൊക്കെയും കലിന അധർമ്മമിത്രയാണ്. ധർമ്മത്തിന്റെ മിത്രമായ കലി അങ്ങനെ കൊടി ഉയർത്തിരിക്കുക എവിടെ നോക്കിയാൽ. ഏഹായി മേമേ, ഗേഹായി മേമേ, ധാരായി മേമേ, പുത്രായി മേമേ, എൻ്റെ കുട്ടികളെ, എൻ്റെ കുടുംബങ്ങളെ, എൻ്റെ ധനം, എൻ്റെ യോഗ്യത, എൻ്റെ തൻ്റെടം, എൻ്റെ മിടുക്ക്, ഇങ്ങനെ എൻ്റെ അല്ലാണ്ട് ഒന്നുമില്ല. കൈവളർത്തി വിട്ടുപോകുന്ന മനുഷ്യൻ അവന്റെ ശരീരം പോലും അവന്റെ അല്ലെന്നുള്ളതിനെ മറന്ന്, അവൻ കൂടെ കൊണ്ടു നടക്കുന്ന മരണം എന്ന മൂന്നക്ഷരത്തെയും മറന്ന്, അവൻ നിത്യനെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ പ്രപഞ്ചത്തിലെ നശിക്കുന്ന വസ്തുക്കളെ എൻ്റെ നിത്യം തെറ്റിദ്ധരിച്ച് നിത്യമായ ഈശ്വരനെ വിട്ട് അനിത്യമായ പ്രപഞ്ചത്തിന്റെ പിന്നിൽ അങ്ങനെ ഓടുകയാണ് ഈ കൊച്ചുകുട്ടികൾ അവനവന്റെ നിഴൽ പിടിക്കാൻ പോകുന്ന പോലെ. കണ്ട് സങ്കടപ്പെട്ടു അദ്ദേഹം. അങ്ങനെ സങ്കടപ്പെട്ട് വരുമ്പോഴാണ് ആകാശഗമനം ചെയ്ത് വൃന്ദാവനത്തിന്റെ ഉപരിയിലെത്തിയ അദ്ദേഹം. വൃന്ദാവനത്തിന്റെ ഉപരിയിൽ വന്നപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഒരു സ്ത്രീരത്നം അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ കരയുന്ന കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. അതും കരയുന്നതോ വാസ്തവത്തിൽ ആ സ്ത്രീ കരയാൻ പാടില്ലാത്ത പ്രായമാണ്, നല്ല യൗവനമാണ്. മുടി അഴിച്ചിട്ട് മാറിൽ അടിച്ച് തൊഴിച്ച് തേങ്ങി തേങ്ങി കരയുന്നു. അതിസുന്ദരിയുമാണ്. ഈ പാവം സുന്ദരിക്ക് എന്തു പറ്റി? എന്താ ഇവൾ മുടിയല്ല അഴിച്ചിട്ട് ഇങ്ങനെ കരയുന്നു ഈശ്വര എന്ന് ചിന്തിച്ച് നിൽക്കാൻ ആരും. അപ്പൊ അതിനേക്കാൾ മനോവേദന ഉണ്ടാകുന്ന മറ്റൊരു കാഴ്ച, ഈ സ്ത്രീയുടെ മുമ്പിൽ രണ്ട് വൃദ്ധന്മാർ കിടന്ന് മരണത്തിന് സമാനമായി. മരിക്കാൻ അധികം സമയം വേണ്ട. ശ്വാസം വലിക്കണോ കിട്ടണില്ല, ശ്വാസം വലിക്കണോ കിട്ടണില്ല, കണ്ണൊന്നും വിളിക്കാൻ നോക്കണോ വിളിക്കാൻ പറ്റണില്ല. അങ്ങനെ ആകെ മരണവക്ത്രത്തിൽ എത്തിയിരിക്കുന്നു രണ്ട് വയസ്സന്മാർ. വേറെ ചില സ്ത്രീകളെ ഇടവും വരവും വന്ന് ഈ സ്ത്രീക്ക് പല സാന്ത്വനങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കേൾക്കുന്നില്ല. ആ സ്ത്രീ പിന്നെയും നിങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വിധി ഇതായില്ലേ എന്നിങ്ങനെ തേങ്ങുന്ന സമയത്തിലാണ് മഹർഷി മുകളിൽ കൂടി പോകുന്നത്. മഹർഷി ആർക്കും കാണാൻ പറ്റില്ല. ഇതാണ് അദ്ദേഹത്തിന്റെ സ്വതവേയുള്ള നില. അദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ആ ആർക്കും കാണാൻ സാധിക്കാത്ത മഹർഷിയെ ഈ ശ്രീരത്നം കണ്ടുപിടിച്ചു. സാധോ ക്ഷണം തിഷ്ട ചിന്താമ വിനാശന. മഹാത്മാവേ, നാരദ മഹർഷിയെ ഒന്നിവിടെ എഴുന്നള്ളേന്ന്. അദ്ദേഹത്തിന് അത്ഭുതമായി. ഈ സ്ത്രീക്ക് എങ്ങനെ മനസ്സിലായി എന്നെ? ആരായാലും ഈ ദുഃഖം എന്താണ് കാരണം, ഇതിന് ആരാണ് ഭവതിക്ക് അറിയണമല്ലോ. കാരണം നാരദ മഹർഷിക്ക് അങ്ങനെയാണ് സ്വഭാവം തന്നെ. ഭഗവാൻ സമാനമാണ് ദയാലുത്വം. മറ്റൊരാളുടെ ദുഃഖം കാണുകയാത്ത ആളാണ് അദ്ദേഹം. സജ്ജനങ്ങൾ ദുഃഖിക്കണം കണ്ടാൽ നീറുണ്ട് എൻ്റെ ഹൃദയം. അതിനാൽ അലിയുന്ന വെണ്ണയേക്കാൾ അലിവാർന്നു അദ്ദേഹം. അങ്ങനെ അവിടെ വന്ദിച്ചുകൊണ്ട് ചോദിച്ചു, ഭവതി ആരാന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ കുറെ കൂടി നെടുവീർപ്പെട്ടുകൊണ്ട് കഴിഞ്ഞു, അങ്ങയ്ക്ക് പോലും എന്നെ കണ്ടാൽ മനസ്സിലാവാണ്ടായില്ലേ? ആണോടാ, അങ്ങയ്ക്ക് പോലും എന്നെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഈ സ്ത്രീയെ അറിയോ? എനിക്ക് ഭവതിയെ നല്ലവണ്ണം അഹം ഭക്തി ഇരിക്കാണ്. അയ്യോ, ഭവതിക്ക് എന്താ ഇങ്ങനെ രൂപഭാവം വന്നത്? എന്നെ അവിടേക്ക് അറിയില്ലേ? വൈകുണ്ഠന്റെ പ്രിയതമയായിരിക്കുന്ന ഭക്തിറാണിയാണ് ഞാൻ. ഭഗവാന് ലക്ഷ്മി റാണിയെക്കാളും ഭൂമണ്ഡലത്തിൽ അവതരിച്ചപ്പോൾ ഉണ്ടായ സീതാദേവിയെക്കാളും രുക്മിണി ദേവിയെക്കാളും സത്യഭാമയെക്കാളും സർവ പ്രിയമകളെക്കാളും പ്രിയതമയായിട്ടൊരു റാണിയുണ്ട്. ആ റാണി ഭക്തിറാണി എന്ന് പേരാണ്. ആ റാണിക്ക് സദാസമയത്തിലും വൈകുണ്ഠത്തിൽ മറ്റുള്ളവരെക്കാളും എപ്പോഴും ഭഗവാനെ വശീകരിച്ചിരിക്കുന്ന റാണിയാണ്. അപ്പൊ പറയാണ്, അന്ന് എന്നെ ഭഗവാൻ വൈകുണ്ഠത്തിൽ ഓമനയായി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ആലിംഗനം ചെയ്ത് തന്റെ ദിവ്യശക്തിയാൽ രണ്ട് പുത്രന്മാരോടുകൂടി, ജ്ഞാനമെന്നും വൈരാഗ്യമെന്നും എനിക്ക് രണ്ട് പുത്രന്മാരുണ്ടായി ഭഗവാങ്കൽ കൂടി. അവരോടുകൂടി നീ ഇനി ഭൂമിയിൽ ചെന്ന് ഭൂമിയിലെ എൻ്റെ ഭക്തന്മാരെ പോഷിപ്പിക്കുമെന്ന് പറഞ്ഞ് അയച്ചപ്പോ കൂടെ അങ്ങ് നിന്ന് കണ്ടില്ലേ? അതെ അതെ, ആ പുത്രന്മാരെ അങ്ങേക്ക് അറിയില്ലേ? ഓ, അറിയുമല്ലോ. ദേ നോക്കൂ, അവരാണ് ഈ കിടക്കുന്നത്. കണ്ണു തള്ളി നാരദ മഹർഷിക്ക്. ആ തരുണന്മാരായിരിക്കുന്ന വിശിഷ്ടപുത്രന്മാര്, താരുണ്യം വിടാത്തതായിരിക്കുന്ന സ്ത്രീരത്നമായ അമ്മ, താരുണ്യവും കഴിഞ്ഞ് യൗവനവും കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ അങ്ങേ തലയിലെത്തിയ രണ്ട് പുത്രന്മാര്. അതെ, ഞാൻ അതാണ് ആലോചിക്കണേ, എന്താ ഇങ്ങനെ സംഭവിച്ചത്? ഇവർക്ക് നടക്കാൻ വയ്യ, ശ്വാസം വിടാൻ വയ്യ, വല്ലാതെ കട്ടത്തിലായിരിക്കുന്നു. ഇവരെയും എന്നെയും അങ്ങ് രക്ഷിക്കണം. എന്താണ് ഇതിന്റെ അർത്ഥം? ഇങ്ങനെ കഥ പറഞ്ഞപ്പോൾ നമുക്ക് ആ കഥയിൽ കൂടി, ആ കഥാപാത്രങ്ങളിൽ കൂടി ജ്ഞാനത്തിന്റെയും വൈരാഗ്യത്തിന്റെയും കലിയുഗത്തിലെ നിലയൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഒരു ഉൾപ്രേക്ഷയാണ് അവിടെ വ്യാസമഹർഷി സങ്കല്പിച്ചതെന്നർത്ഥം. എന്താണ് ജ്ഞാനം? വാർദ്ധക്യത്തെ പ്രാപിച്ച ആർക്കും വേണ്ട എന്തൊരു ജ്ഞാനമിടോ. മുമ്പേ പറഞ്ഞ തന്നെ ഡ്രിങ്ക് ഈറ്റ് ആൻഡ് ബി മെറി, തന്നെ ചാവട അടിക്കണം കുടിക്കണം. ജ്ഞാനം എന്തൊന്നും ജ്ഞാനം? അതൊന്നും ജ്ഞാനമൊന്നുമല്ല. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഫിസിയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, സർവോളജിയും തന്നെ. ഇതാ ജ്ഞാനം. അല്ലാണ്ട് ഇതെന്ത് പഠിച്ചിട്ട് കാര്യം? ഇതുകൊണ്ട് വല്ലതും കെറ്റുമെന്നാ? ഇതൊക്കെ പഠിച്ചാൽ വായിൽ ചോറ് പോകില്ലല്ലോ എന്നാ പറയണത്. അതാണ് ഈശ്വരജ്ഞാനമാകുന്ന ആത്മജ്ഞാനത്തെ തീരെ വേണ്ടെന്ന് വെച്ച് വെറുക്കുന്ന കാലം. അതാണ് ജ്ഞാനം വാർദ്ധക്യത്തെ പ്രാപിച്ചു എന്നർത്ഥം. അത് തന്നെ വൈരാഗ്യം. ഓ, ഇതൊക്കെ വിട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഇതൊന്നും വേണ്ടെന്നാണോ? സ്വാമിയാർക്ക് അത് പറഞ്ഞിട്ട് പോകാം. മനസ്സിലായോ? നമുക്കേ കുട്ടി പഠിക്കുകയാണ്, BSc 3ാമത്തെ കൊല്ല. അവളെ നാളെ ഫീസ് അടയ്ക്കണം, ഏപ്രിൽ മാസത്തിൽ പരീക്ഷ. ഇതും കേട്ടുകൊണ്ടിരുന്നാലേ മുതലാവും.
പെണ്ണെ എനിക്ക് പഠിക്കാൻ പോകും. നല്ല ഏർപ്പാടായത്. രാമന്മാരൊക്കെ അവരിതൊക്കെ പറയും ഭ്രാന്തന്മാര്. വൈരാഗ്യം വേണ്ടേ വേണ്ട, ഇതൊക്കെ ഉണ്ടെന്നാ, ഇതൊക്കെ ഉണ്ട്, കൂടെ ഉണ്ട്. ഓ ഇതൊക്കെ ഉണ്ട്, ഇതെല്ലാം കൂടെ ഉണ്ട്. പ്രഹ്ലാദൻ പറഞ്ഞതുപോലെ കഥം പ്രിയായ എന്നാണ്. ഇവരൊക്കെ വിട്ടിട്ട് ഈശ്വരനെ വഹിക്കാൻ പറ്റുമോന്നാ ചോദിച്ചേ. പ്രഹ്ലാദൻ ചോദിക്കും അനുഗംഭിതായ. അവരിലങ്ങനെ അയ്യോ എൻ്റെ കൊച്ചു മകന്റെ മകനായി, ഇത് മകന്റെ മകളുടെ മകനാണിത്, ഇവൻ മടിയിൽ വന്നിരിക്കുമ്പോ എന്തൊരു സുഖമാണ്. എത്ര നാൾ ഇരുന്നോ ഇതെന്റെ മടിയിൽ, ഇത് ഇനി എത്ര നാൾ ഇരിക്കും വിദ്യാനേ. തന്റെ മരണം തന്റെ വായൽ അങ്ങനെ പിടിച്ച് കാറ് നിന്നുകൊണ്ടിരിക്കുകയാണ്. ആ പാമ്പ്, മരണപ്പാമ്പ്, അത് കിടന്ന് പിടയെ അടന്നിട്ടാണ് മകന്റെ മകളുടെ മകനെ ചോറൂണും കഴിഞ്ഞ് പുണ്ടാനം പറഞ്ഞതുപോലെ ഉണ്ണി ഉണ്ടായി വേൾപ്പിച്ച് അതിലൊരു ഉണ്ണി ഉണ്ടായി കണ്ടാവൂ ഞാനെന്നും യുദ്ധം അങ്ങനെ ചിന്തിച്ചിരിക്കവേ എന്ത് പറ്റി, അവിടെ എന്താ കരച്ചിലേ പോയി, ഇനിയില്ല കഥാവശേഷം തന്നെ, ഇതറിയുന്നില്ല. അപ്പൊ അതും വേണ്ടാന്ന്. അതൊക്കെ അവിടെ ഇരിക്കും, അതൊക്കെ പുരാണത്തിലെ നമുക്ക് കസർത്ത് തന്നെ. ഇതാണ് അന്നത്തെ ശോച്യനില എന്ന് അദ്ദേഹം കണ്ടു. അതാണ് ജ്ഞാനവൈരാഗ്യങ്ങൾ വാർദ്ധക്യത്തെ പ്രാപിച്ചു എന്ന് കഥാരൂപത്തിൽ നമുക്ക് മനസ്സിലാക്കി തരാം. ഭക്തിക്ക് ഊരം മുഴുവനും വന്നിട്ടില്ലെങ്കിലും ജ്ഞാനവൈരാഗ്യമില്ലാത്ത ഭക്തി ആവില്ല. തന്റെ പുത്രന്മാരെന്നർത്ഥം. ഭക്തി വന്നാൽ ജ്ഞാനവും വൈരാഗ്യവും നിറയെ 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 തന്നെ. അതിന് ഊനം വന്നാൽ ഭക്തി അല്ലാതെ ഭക്തിക്ക് ശക്തിയില്ല എന്നർത്ഥം. അതാണ് ഭക്തി ക്ഷീണിച്ചിരിക്കുക. എങ്കിലും കലിയുഗത്തിൽ ഭക്തി ഉണ്ടാകും. അതാണ് ഭക്തിക്ക് ക്ഷീണം വന്നു, ഭക്തി തളർന്നു, വാർദ്ധക്യം പ്രാപിച്ചു എന്ന് പറഞ്ഞില്ല. കാരുണ്യം വിട്ടില്ല, പക്ഷേ പുത്രന്മാർ തകർന്നു. അപ്പൊ മഹർഷി സമാധാനിപ്പിച്ചു, പേടിക്കേണ്ട, ഭവതി ഭാഗ്യവതിയാണ്. ഭവതിയെ ലോകത്തിൽ ആര് തന്നെയും നിഷേധിച്ചാലും ഭക്തിയുടെ അവിടുത്തെ മഹാറാണിയായ സാക്ഷാൽ വൈകുണ്ഠന്റെ മഹാറാണിയായ ഭവതിയെ നിശ്ചയമായും ഭഗവാൻ അത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ട്. കാരണം ദ്രൗപതിയുടെ പരിത്രാത അതൊക്കെ ഭവതിയോടുള്ള സ്നേഹം കൊണ്ടല്ലേ. ദ്രൗപതിക്ക് എന്ത് യോഗ്യതയുള്ളത്? മറ്റൊന്നുമില്ല, ഭവതിയെ ബഹുമാനിച്ചു തന്നെ. ഭക്തി ഉണ്ടായി ദ്രൗപതിക്ക്. എത്ര കശ്മലന്മാരാണെങ്കിലും അത്ര വലുതായ സാഹസം ചെയ്തെങ്കിലും അവിടെ ഭഗവാൻ രക്ഷിച്ചില്ലേ. അതുകൊണ്ട് ഭഗവാനെ സ്മരിച്ചോളൂ. പുത്രന്മാരുടെ കാര്യം ഞാനൊന്ന് നോക്കാം. വേദാന്ത മുഴുവൻ പറഞ്ഞു നോക്കി. വേദസ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ അനേകങ്ങളാകുന്ന ഉപനിഷത്തുക്കൾ പാടി നോക്കി. കണ്ണുമിഴിക്ക പോലും ചെയ്തില്ല. സർവോപനിഷത്തോ ഗാമോ ദുഗ്ധ ഗോപാലനന്ദന പാർത്ഥോവത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാ അമൃതം മഹൻ. അതൊന്ന് കേൾപ്പിച്ചാൽ ഇന്ന് കിട്ടും വിചാരിച്ച് 18 അധ്യായം ഭാരത കുരുക്ഷേത്ര മധ്യത്തിൽ തന്നെ ഉത്തമ ശിഷ്യനായിരിക്കുന്ന അർജുനനെ ഉത്ഥിതനാക്കി തീർത്ത ഭഗവാന്റെ മധുരം അമൃതവാണി കേൾപ്പിച്ചു നോക്കി. കണ്ണുമിഴിക്കണില്ല. മഹർഷി കുറഞ്ഞു, ചിന്താതുരനായ ഇനി എന്ത് വേണം? ഇനി വേറൊരു മാർഗവും തന്റെ കണ്ണിൽ കിട്ടണില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ഇവരെ ഉദ്ധരിക്കാൻ ഒരു മാർഗവും ഇല്ലാണ്ടായല്ലോ ഈശ്വര എന്ന് വിചാരിച്ചപ്പോ സങ്കടപ്പെട്ടു. എങ്കിലും ഭക്തിയെ ധൈര്യപ്പെടുത്തി. ഞാൻ ഭഗവാന്റെ പേരിൽ ദാസൻ എന്ന് പറഞ്ഞ് നടക്കുകയാണ്. നാഹം ഞാൻ ഈ ശ്രീകൃഷ്ണദാസനല്ല. ഭവതിയുടെ പുത്രന്മാരെ ഉദ്ധരിക്കാത്ത പക്ഷം തപസ് ചെയ്തെങ്കിലും ഞാൻ അതിന്റെ മാർഗം കണ്ടുപിടിക്കും എന്ന് പറഞ്ഞപ്പോൾ അശരീരി കേട്ടു. അങ്ങ് വിഷമിക്കൊന്നും വേണ്ട, സജ്ജനങ്ങൾ അങ്ങക്ക് വേണ്ടത് പറഞ്ഞു തരും. സത്തായ തത്വത്തെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായ സന്മാർഗരഥന്മാരായ സത്തുക്കൾ സജ്ജനങ്ങൾ അങ്ങക്ക് വേണ്ടത് പറഞ്ഞു തരും എന്ന് കേട്ടു. സമാധാനം. പക്ഷെ സമാധാനമായെങ്കിലും പെട്ടെന്ന് സമാധാനം ആയില്ല. അദ്ദേഹം കാണുന്ന അനേക സജ്ജനങ്ങളോട് ചോദിക്കാൻ തുടങ്ങി. അവരൊക്കെ ഭയപ്പെട്ടു ഇദ്ദേഹം കണ്ടപ്പോൾ. കാരണം ഇദ്ദേഹം നമുക്ക് പറഞ്ഞു തരേണ്ട ആളാ. ഇദ്ദേഹം നമ്മളോട് ചോദിക്കണം, അതേ ഭക്തി വൈരാഗ്യങ്ങൾ പുഷ്ടിപ്പെടാൻ എന്താ വേണ്ടത്? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ ഭൃഗു വസിഷ്ഠൻ തുടങ്ങിയവരൊക്കെ ഇദ്ദേഹം കാണാൻ തുടങ്ങിയപ്പോഴും അവർ ഒളിഞ്ഞു തുടങ്ങി. ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ചിലർ വിട്ടില്ല. അങ്ങ് ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളെ പരീക്ഷിക്കല്ലേ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന ആളല്ലേ, അങ്ങ് ഞങ്ങളോട് ഒന്ന് ചോദിക്കാവുന്നൊക്കെ ആയി. അപ്പം മഹർഷി നിശ്ചയിച്ചു, ആ ശരീരം കേട്ടത് ശരിയാണ്, പക്ഷെ അത് അനുഭവത്തിൽ വരുന്നില്ല. തപസ് ചെയ്യണേ. നേരെ ബദരികാശ്രമത്തിൽ തന്നെ സ്ഥാനമാണ്. നാരദ മുനി എപ്പോഴും തപസ്സനുഷ്ഠിക്കുന്ന സ്ഥാനമായതുകൊണ്ട് നാരദക്ഷേത്രം എന്നുകൂടി പേരുള്ളതായിരിക്കുന്ന ശ്രീ ബദരീനാഥ് അദ്ദേഹം ചെന്നു. കണ്ണടച്ച് തപസ് ചെയ്യാനാ ഉദ്ദേശം. തപസ് ചെയ്യാനായിക്കൊണ്ട് സങ്കല്പിച്ചങ്ങ് ഇരിക്കുമ്പോഴാണ് തെരെ തൻ്റെ കണ്ണിലേക്ക് അങ്ങനെ സൂര്യന്റെ തിമിരത്തെയും ഇല്ലാതാക്കുന്നതായിരിക്കുന്നതായ രശ്മികളെ പോലെയുള്ള ചൂടുള്ള രശ്മിയല്ല, അജ്ഞാന വിവരത്തെ അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതായ ജ്ഞാനരശ്മി പകർന്നുകൊണ്ടിരിക്കുന്ന 4 അദ്ഭുത ജ്ഞാനസൂര്യന്മാർ ഇങ്ങനെ വരുന്ന അടുക്കലേക്ക്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, സനാതനൻ. സത്തായ വസ്തുവിനെ സദാസമയത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരെന്ന് ഓരോ വാക്കിലും പ്രവൃത്തിയിലും എപ്പോഴും ഈശ്വരനിൽ തന്നെ വിലാപിക്കൊണ്ടിരിക്കുന്ന ആ ആനന്ദ മൂർത്തികൾ 4 പേരും സനാതനന്മാരാണ്. അവർക്ക് പേര് ശാശ്വതന്മാരെന്ന് പേരാണ്. സദാ വൈകുണ്ഠ നിലയമുള്ളവരാണ്. ബാലഭാവത്തിൽ നിന്ന് ഒരിക്കലും ഉയരാത്തവരാണ്. എന്നും ഭഗവത് ഗുണങ്ങളെ പാടുകയല്ലാതെ ശ്വാസോച്ഛ്വാസം പോലും മറ്റൊന്നിന് ഉപയോഗിക്കാത്തവരാണ്. അങ്ങനെയുള്ള ആ മഹാസത്താഗ്രഹണ്യന്മാരെ അവരങ്ങനെ വന്നു. അവർ വന്നപ്പോൾ അവരെ വന്ദിച്ചു, പൂജിച്ചു, അവരെ ഇരുത്തി. അപ്പം അവർ ചോദിച്ചു, എന്തേ മഹർഷേ, അങ്ങക്ക് ഇങ്ങനെ ഒരു വിഷാദം വരാൻ ന്യായമില്ലല്ലോ, അങ്ങ് സ്വതവേ സന്തുഷ്ടനാണല്ലോ. അപ്പോൾ എല്ലാ വിവരങ്ങളും നിങ്ങൾക്കറിയുമെങ്കിലും ഞങ്ങളുടെ സങ്കടം പറയാം, ഞാൻ സങ്കടം പറയാം. വൃന്ദാവനത്തിൻ്റെ ഉപരിയിൽ സഞ്ചരിച്ചപ്പോൾ കണ്ട കാഴ്ചയും താൻ തന്നെ ഭൂമണ്ഡലം മുഴുവൻ ചുറ്റിയപ്പോൾ ദേവതായനങ്ങളും മറ്റ് തീർത്ഥസ്നാനഘട്ടങ്ങളൊക്കെയും കലിയാൽ ബാധിച്ച അധർമ്മങ്ങളും ഒക്കെയും ഒന്നെടുത്തു പറഞ്ഞിട്ട് ഇതിനൊരു മാർഗമില്ലേ,
അത് ഞാൻ നിങ്ങളെ പോലെയുള്ളവരല്ലാണ്ട് ആരാണ് പറഞ്ഞു തരാനുള്ളത്? ദാഹിക്കുന്നുള്ളവർക്ക് വെള്ളം നല്ല അമൃത് കൊടുക്കുന്ന സ്വഭാവത്തോടു കൂടിയവരല്ലേ നിങ്ങൾ? അതുകൊണ്ട് പറഞ്ഞു തരൂ എന്താണ് വേണ്ടത്. അപ്പൊ അവരൊന്ന് മന്ദഹസിച്ചു. അങ്ങക്ക് ഇങ്ങനെ മറവി വരാമോ? അങ്ങക്ക് മറവി വന്നിരിക്കുകയാണ്. അങ്ങ് പണ്ടേ ബ്രഹ്മലോകത്തിൽ വന്ന് അച്ഛനായ ബ്രഹ്മാവിനോട് അങ്ങ് ആരെയാണ് ധ്യാനിക്കണം ചോദിച്ചപ്പോൾ ആ സർവേശ്വരനായിരിക്കുന്ന നാരായണന്റെ മഹിമയെ അനുഭവത്തിൽ വരുത്തിയ തന്റെ ചരിത്രത്തെ പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ അങ്ങക്ക് ആ ഭഗവാൻ എനിക്ക് ഉപദേശിച്ചതിനെ തരാം, അത് നല്ലോണം പഠിച്ചതിനെ മനനം ചെയ്തതിനെ വിസ്തരിച്ചോളൂ എന്ന് പറഞ്ഞ് 4 ശ്ലോകത്തിൽ ഒരു ഉപദേശം തന്നില്ലേ? ഭാഗവത മൂലം, ആ ഭാഗവത മൂലം, ആ ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ ഹൃദയം നിറഞ്ഞതായ തത്വം, ആ ചതുശ്ലോകി ഭാഗവതം, അതങ്ങ് വന്ന് വ്യാസനോടൊന്ന് വർണ്ണിക്കണ്ടായില്ലേ പണ്ട് ഇവിടെ തന്നെ? എന്നിട്ട് അദ്ദേഹം ഒരു പുരാണം എഴുതിയെന്ന് അങ്ങ് കേട്ടിട്ടില്ലേ? ഉണ്ട്. അതിന് ഭാഗവതം ഒന്ന് പേരാന്ന് അങ്ങക്ക് അറിയൂടെ? അറിയാം. ആ 7 ദിവസം അങ്ങോട്ട് പാടാൻ സാധിച്ച അവിടെ പിന്നെ ഭക്തിയും ജ്ഞാനവും വൈരാഗ്യവും വന്നിട്ട് കളിക്കായി. അപ്പട്ടെ ഇവിടെ എവിടെ നോക്കിയാലും ഭക്തി, എവിടെ നോക്കിയാലും ജ്ഞാനം, എവിടെ നോക്കിയാലും വൈരാഗ്യം. അങ്ങനെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ അങ്ങനെ താളമേളങ്ങളോട് കൂടിയിട്ട് രസിച്ച് കളിച്ച് ആനന്ദ നൃത്തം ചെയ്യുന്നത് കാണണ്ടേ? ആ ഭാഗവതം 7 ദിവസമായിട്ട് ഇവിടെ നടത്തൂ സപ്താഹമായിട്ട്. എന്തിനാ 7 ദിവസം? അതോ കലിയുഗമല്ലേ, ആയുസ് വളരെ കുറവ്, ബുദ്ധി അതിലും കുറവ്, സമയനിഷ്ഠ അതിനേക്കാൾ അധികം നിർബന്ധം. 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോകണം, 6:45 പോകണം, ഇപ്പം മണി 8 വീട്ടിലേക്ക് എത്തണ്ടേ. ഇങ്ങനെ ഘടികാരം കയ്യിൽ വെച്ചുകൊണ്ട് സമയത്തെ എപ്പോഴും അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ എപ്പോഴും ആ സമയമാണ് കാലം, കാലമാണ് കൊണ്ടുപോകുന്നത് ആയുസ് എന്ന് മറന്ന് സമയത്തിനുള്ളിൽ ഓരോരോ കാര്യങ്ങളെയും ചെയ്യുന്നതിൽ എപ്പോഴും വ്യാപൃതന്മാരായിരിക്കുന്ന കർമ്മം തന്നെ കർമ്മം, കർമ്മം തന്നെ കർമ്മമായിരിക്കുന്ന കലിയുഗത്തിലെ ജനങ്ങൾക്ക് ഒരു 7 ദിവസമെങ്കിലും അവരെ പിടിച്ചിരുത്താൻ പറ്റുമെങ്കിൽ അതിനാൽ അവർ പരിശുദ്ധന്മാരായി തീർന്ന് പരിപൂർണ മനഃശാന്തിയെ അടഞ്ഞ് അവർ ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് പൂർണ്ണ അധികാരികളായി തീരും. നാരദ മഹർഷി, അത് അത്ര ശക്തിയുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ചോദിക്കുകയാണ്. ഈ തത്വങ്ങളൊക്കെ ഞാൻ വേദാന്തങ്ങളും ഉപനിഷത്തുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, അതിലില്ലേ? അതൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ കണ്ണുപോലും അവർ മിഴിച്ചില്ലാതെ. അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് അങ്ങക്ക് അറിയാഞ്ഞല്ല, ഞങ്ങളത് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തു ഉദ്ഭവിച്ചു കഴിഞ്ഞാൽ ആ വസ്തുവും ഈ ഉദ്ഭവിച്ച വസ്തുവും തമ്മിൽ ബന്ധം ഉദ്ഭവസ്ഥാനത്തിലുണ്ടെങ്കിലും അവസാനത്തിൽ അതിൻ്റെ ഫലത്തിൽ വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കുന്ന പല കാര്യങ്ങളും ലോകത്തിലില്ലേ? നല്ല നെയ്യ് വളരെ വേണ്ടതാ, കുറച്ച് ദിവസം സൂക്ഷിക്കുകയും ചെയ്യാം. രോഗശാന്തിക്കും സ്വാദിനും ദേവന്മാർക്കും പ്രിയമാണത്. അത് എവിടുന്നാണ് ഉണ്ടാവുന്നത്? ഇന്ന് കറന്നെടുത്താൽ നാളെ കാലത്താകുമ്പോൾ നാറി തെങ്ങിൻ്റെ കടയ്ക്കൽ ഒഴിക്കേണ്ട പാല് അതിൽ നല്ലേ അതുണ്ടാവണത്. അപ്പോൾ ഏറ്റവും വേഗം നികൃഷ്ടമാവുന്നതും ഏറ്റവും അധികം ദ്രവത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ഇങ്ങനെയുള്ളതായിരിക്കുന്ന ആ പാലിൽ നിന്ന് അതിൽ നിന്ന് എടുക്കേണ്ട നെയ്യ് അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴോ അത് എടുക്കേണ്ട പോലെ എടുത്തപ്പോൾ പാലായിട്ട് ഒരു ബന്ധമില്ലാണ്ടായി. പാലിലില്ലാത്ത നിരവധി വൈശിഷ്ട്യങ്ങൾ ഇതിനുണ്ടാവുകയും ചെയ്തു. എങ്ങനെ ഇരിക്കണു? അത് ശരി, പാല് തൈരാക്കി, തൈര് കടഞ്ഞെടുത്ത് വെണ്ണയുണ്ടാക്കി, വെണ്ണയെ നല്ലപോലെ അടുപ്പത്ത് വെച്ച് ഉരുളിയിൽ അടുപ്പത്തങ്ങനെ വെച്ച് ചൂട് പിടിപ്പിച്ച് അതിനെ ഒരു പാകത്തിൽ എത്തിച്ച് ശേഷം താഴെ ഇറക്കി വെച്ച് അത് ആറി കഴിയുമ്പോൾ അരിച്ച് ഒരു കുപ്പിക്കകത്താക്കി വെച്ചാൽ അയ്യ നാക്കിൽ രുചി. ഇപ്പം പറയുമ്പോൾ തന്നെ എനിക്ക് കൊതിയാവുള്ളൂ. ആ അത്ര സ്വാദ് അല്ലേ? അതാ ഈ നെയ്യും ഈ പാലും പോലെ. അതുപോലെ ഏതോ ആറന്മുളയോ തിരുവല്ലായാലോ അതിൻ്റെ അങ്ങേപ്പുറത്തുള്ളതായിരിക്കുന്ന ചളിക്കണ്ടം, അതിങ്ങനെ ഉണ്ടായിട്ടുള്ളതായിരിക്കുന്ന കരിമ്പൻ മുഴുവൻ ചളിയാ, ഇറങ്ങിയാൽ മുട്ടിന് താഴെ ചളിയാ. അങ്ങനെയുള്ള ചളിക്കണ്ടത്തിലാവൻ്റെ വളർച്ച. ഇലകൾ കമ്പുകൾ ആയിട്ടങ്ങനെ തഴച്ച് നിൽക്കും. 6-7 മാസം കഴിയുമ്പോൾ കൃഷിക്കാർ വന്ന് അതിനെ വെട്ടിയെടുക്കും. ഇലയൊക്കെ കളയും, കമ്പുകളൊക്കെ കളയും. നല്ല ഒന്നാം തരം ചക്കിൽ കൊണ്ടിട്ടൊക്കെ ഞെക്കും. അതിൽ നിന്ന് അങ്ങനെ പിഴിഞ്ഞ് പിഴിഞ്ഞ് അതിൻ്റെ ചാറങ്ങനെ ഒഴുകി വരും. എന്നിട്ട് അതിനെ നല്ല ഇരുമ്പ് ചട്ടിയിൽ പാകപ്പെടുത്തി തീ കൊണ്ട് അതിനെ തിളപ്പിച്ച് 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 അതിനെ ഒരു ഭാഗം വരെ എത്തിക്കും. അത് കഴിഞ്ഞാൽ വാങ്ങി അവിടെ വയ്ക്കും. 2 ദിവസം കഴിയുമ്പോൾ അതെടുത്തങ്ങനെ ഉരുട്ടും. അയ്യ ഒന്നാന്തരം കോട്ടയം ശർക്കര, കളയാനൊന്നുമില്ല. കിട്ടിയ അപ്പം നാക്കിൽ മധുരം, പിന്നെയും കുറച്ചുകൂടി ആയിക്കോട്ടെ, എന്ന് തിന്നാൻ എന്ത് സ്വാദായില്ലേ? ഇതുപോലെയാണ്. അപ്പോൾ കരിമ്പിൽ നിന്ന് ശർക്കര ഉണ്ടായതും കരിമ്പായിട്ട് ബന്ധമില്ലേ? പക്ഷെ കരിമ്പിൽ നിന്ന് വന്ന ശർക്കരയായപ്പോൾ കരിമ്പായിട്ടുള്ള ബന്ധമൊക്കെ വിട്ടു. അതിനേക്കാളും അതിൻ്റെ പരിണാമത്തിൽ കൂടി അതിനേക്കാളത് പരിശുദ്ധവും പരമമാകുന്ന സ്വാദിഷ്ടമായ വസ്തുവുമായി മാറിയതുപോലെയാണ് സർവവേദ ഇതിഹാസ സാരം സാരം സമുദ്രം. അതാണ് ഭാഗവതം. അപ്പം മഹർഷിക്ക് നല്ല ധൈര്യമായി സന്തോഷമായി. എന്നാലേ ഈ ഭാഗവതം 7 ദിവസം നടത്തണമെന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെ എപ്പോൾ എവിടെ എന്നുള്ളതൊന്നും അറിയില്ല. അവിടുന്ന് തന്നെ നിങ്ങൾ തന്നെ അതിന് വേണ്ടതായിരിക്കുന്ന സ്ഥാനം കണ്ടുപിടിച്ച് 7 ദിവസമായി അത് നടത്തിയാൽ കൊള്ളാം. ആദ്യത്തെ സപ്താഹമാണ്.